ഹലോ, ഞാൻ അലീന. ഞാൻ ഷഹന. ഞാൻ ഐശ്വര്യ. ഞാൻ അൽത്തിയ. ഓക്കെ, ഞങ്ങളെല്ലാവരും ജർമ്മൻ സ്റ്റുഡൻസ് ആണ്. അപ്പം ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ചുമ്മാ എന്തെങ്കിലും സംസാരിക്കാനല്ല, നമ്മൾ ജർമ്മനില് കാര്യങ്ങള് എല്ലാരോടും പറഞ്ഞു തരാൻ പോവുകയാണ് അല്ലേ. നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മളിപ്പോ എത്ര B2 ആയില്ലേ, നമ്മളെല്ലാരും B2 ആണ്. അപ്പോൾ B2 വരെ എത്തിയപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എങ്ങനെയാണ് ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെയാണെന്നൊക്കെ അല്ലേ പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു എങ്ങനെയുണ്ട് ടോട്ടലി. ഒരു ഇതായിട്ട് നോക്കാൻ നേരത്ത് എങ്ങനെയുണ്ട് ജർമ്മൻ? ജർമ്മൻ അടിപൊളിയാണ്. ഏത് രീതിയിലാണ് അടിപൊളിയാണ്? ഏത് രീതിയില്? എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അതെ, ഭയങ്കര അടിപൊളിയാണ്. നിനക്ക് എന്താ തോന്നുന്നു? കുഴപ്പമില്ല. തുടങ്ങുമ്പോ കുഴപ്പമില്ല, അവസാനം ഞാൻ പറയട്ടെ, A1 A2 ഒക്കെ എത്തിയപ്പോ അടിപൊളിയായിരുന്നു. സത്യമായിട്ടും നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര simple. അല്ല, ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. നമ്മൾ ഓരോന്ന് പഠിക്കാൻ നേരത്ത് നമ്മൾ ഫസ്റ്റ് എന്താ പഠിച്ചത്? ആൽഫബറ്റ്സ്, ആ ബേസ് നമ്മൾ പെറുക്കിയായിരുന്നു പറഞ്ഞിട്ട്. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും ഓരോ സംഭവങ്ങള്, ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് യോട്ട് എന്നൊക്കെ പഠിച്ചപ്പോ അതിന്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ ജെ എന്ന് പറയുന്നതിന്റെ കംപ്ലീറ്റ് വെറൈറ്റി നെയിംസ് പറഞ്ഞു. നല്ലതായിരുന്നു. Means അത് A1 അതൊരു എന്താ പറയാ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചില സമയത്ത് ചോദിക്കുന്നുണ്ട്. പ്രൊനൗൺസ് ചെയ്യുക, ബുക്ക് സ്റ്റാബിയർ ചെയ്യുന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്ന. അപ്പൊ അതൊക്കെ നല്ലതായിരുന്നല്ലേ. പിന്നല്ല, നിങ്ങളുടെ പേര് ഒന്ന് ബുക്ക് സ്റ്റാബിയർ ചെയ്ത് വേണോ ചെറുതായിട്ട്? എന്താ പറയാ, എന്റെ നെയിം SHAHN എന്നാണ്. നമ്മളെങ്ങനെ പറയാ, SHAHN. ഓക്കെ. അൽത്തിയുടെ ഫസ്റ്റത്തെ ഇത് മാത്രം പറഞ്ഞാൽ മതി. ഫസ്റ്റ് നെയിം വേണ്ട വേണ്ട. എന്റെ അൽത്തിയ എന്നാണ്. ALTHA ഓക്കെ, അത് ഇത്തിരി വെറൈറ്റി നെയിം ആയത് കാരണമായിരിക്കും അല്ലേ. ഐശ്വര്യ ഭയങ്കര ബിഗ് അല്ലേ? വേണ്ട വേണ്ട. എന്റെ ALAAN അല്ലേ? ഭയങ്കര സിമ്പിളാ. എന്താ പറയാ, കൊറേയൊക്കെ ഇത് വരുന്നുണ്ട്. അല്ല, ലെറ്റേഴ്സ് വരാൻ നേരത്ത് നമുക്ക് എത്ര 28 നമ്മുടെ അല്ലല്ലോ, നമുക്ക് 30 ഇല്ലേ? അതിനുള്ള കുറച്ചും കൂടെ 26+4 അങ്ങനെ 30 ലെറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പം എന്തൊക്കെയായിരുന്നു അതൊക്കെ പ്രൊനൗൺസ് ചെയ്യാൻ എത്ര നാളെടുത്തു? ആൽഫബറ്റ് പറയുമ്പോഴും എന്തൊരു നെയിം നെയിമായിട്ട് നമുക്ക് ഈസി ആയിരിക്കും. അതെ. അപ്പൊ എക്സാമിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് നിങ്ങക്ക്? നമ്മളത് B2 കഴിഞ്ഞ് എക്സാം ആവാനായി. എന്നിട്ട് ഡേറ്റ് ഒക്കെ എടുത്തോ? പിന്നല്ല, എവിടെയാ എടുത്തേ? ഡൽഹിയില്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ പൂനെയായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് എടുത്തായിരുന്നു സ്പ്രഹം മാത്രം. ഇപ്പൊ ബാക്കി 3 അത് സ്പ്രഹം പാസ്സായിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറയട്ടെ, മീൻസ് നമ്മളൊരു 2 വെറൈറ്റിയിലാണ് എന്റെ ഒരു കാഴ്ചപ്പാടില് 2 വെറൈറ്റി ആയിട്ട് നമ്മൾ പറയേണ്ടത്. ഒന്നല്ലെങ്കിൽ ഗ്രാമർ നന്നായിട്ട് പഠിച്ച് സ്ലോയിൽ പറയാ. നെക്സ്റ്റ് എന്ന് പറയാൻ നേരത്ത് ഗ്രാമർ ഒന്നും നോക്കാതെ നല്ലൊരു ഫ്ലോയില്, ആ കൺസിസ്റ്റൻസി എങ്ങനെയാണ് കിട്ടുന്നത്, ആ ഒരു ഫ്ലോയില് മീൻസ് നമ്മ തെറ്റിക്കണെയാണെങ്കിൽ കൂടെ അവർക്ക് അറിയരുത്. കോൺഫിഡൻസോടെ പറയാ. നമ്മളുടെ മനസ്സിൽ അത്രയും പേടിയുണ്ടാവും, പക്ഷെ നമ്മളത് റിവീൽ ചെയ്യരുത്. അവരുടെ മുമ്പിൽ നമ്മൾ റിവീൽ ചെയ്യരുത്. ഇനിയും പഠിക്കാനൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്. അതുപോലെ തന്നെ കാഷ്വൽ ടോക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. ഇപ്പൊ ഒരു സെന്റൻസിൽ പറഞ്ഞ് തീർക്കാതെ, അതിപ്പോ നമ്മളുടെ ട്യൂട്ടേഴ്സ് തന്നെ നമ്മളോട് പറയും 1-2 സെന്റൻസിൽ തീർക്കണോ, തീർക്കരുത്. പക്ഷെ എങ്കിൽ കൂടെ ഇപ്പൊ നമ്മൾ തീർന്നെന്ന് വിചാരിക്കേ, അപ്പൊ അവര് അതിനായിട്ടുള്ള ഒരു റിപ്ലൈ തരും. ആ റിപ്ലൈ കൊണ്ടും തീർക്കരുത്, നമ്മൾ പിന്നെയും സംസാരിക്കണം. അപ്പൊ അവർക്ക് മനസ്സിലാവും, ഇന്ററാക്ട് ചെയ്യുക. അതന്നെ, നമുക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അല്ലാതെ ഗ്രാമർ നോക്കി സ്ലോയിൽ പറയണെങ്കിൽ നമ്മൾക്കിപ്പോ എത്രയാ 4 മിനിറ്റോ 3 മിനിറ്റോ അങ്ങനെ എത്രയുള്ള തേമ വരുന്നത്. ആ തേമ മീൻസ് നമ്മളെ തീം പ്രസന്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ പ്രസന്റേഷന് നമ്മൾ തേമ എന്ന് പറയും. അപ്പൊ അതിന് ടൈം കുറയും, നമ്മളുടെ മാർക്ക് അവിടെ തന്നെ തീരും. പിന്നെ ബാക്കി ലേസൺ ഹിയോറൻ അതൊക്കെ ഓരോരുത്തരുടെ ഷൈവൻ നമ്മളുടെ തന്നെ കാര്യങ്ങളിലാണ് എല്ലാം ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എക്സാം നീ എപ്പോ മുതലാ പഠിക്കാൻ തുടങ്ങിയ? ഇപ്പൊ ഒരു 1 ഇയർ എടുത്താവാറായി. നിങ്ങള് +2 ഞങ്ങള് +2 കഴിഞ്ഞിട്ടാ വന്നേ. +2 കഴിഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ജോയിൻ ചെയ്തു. അപ്പൊ അവള് വഴിയാ ഞാൻ ഇങ്ങനെ ജർമ്മന്റെ കാര്യമൊക്കെ അറിഞ്ഞത്.
പിന്നെ ഇവിടെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ വന്നു. നീയും ഞാൻ അതുപോലെ തന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. പിന്നെ എന്റെ ഫ്രണ്ട് ഇവിടെ തന്നെ ചേർന്നു. അപ്പൊ അവള് വിളിച്ചു ഇവിടെ ഫ്രണ്ട് വഴിയായിരുന്നു. ഡിഗ്രി കഴിഞ്ഞു വന്നല്ലേ? ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ എന്തിലേക്ക് തിരിയണോന്ന് നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞങ്ങള്. ആയിട്ട് നിക്കുമ്പോ ഇവളുടെ മമ്മി വിളിച്ചിട്ട് അല്ലേ, എനിക്ക് എബ്രോഡ് പോയിട്ട് നിക്കണോന്ന് വല്ല ഭയങ്കര താല്പര്യമായിരുന്നു. എവിടെയെങ്കിലും പോണം, മീൻസ് എവിടെയെങ്കിലും പോണം, പുറത്ത് പോണം. അതായിരുന്നു main. മീൻസ് നമ്മളുടെ പാരന്റ്സിന്റെ കൺവട്ടത്തിൽ നിന്ന് മാറിയിട്ട് പുറത്ത് പോയിട്ട് ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിക്കണോന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ. അങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ മറ്റേ IELTS പ്രിപ്പയർ ചെയ്തു. 1 month പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാൻ മറ്റേ ഏതാ പറയണ നമ്മളെ കോളേജിന്റെ കുറച്ച് സ്റ്റഡീസ് ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ലാസ്റ്റാണ് ഈ ജർമ്മന്റെ ഫ്രീ എഡ്യൂക്കേഷൻ, മീൻസ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതെ, മാസ്റ്റേഴ്സ് ചെയ്യാൻ നിന്ന നല്ല അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾ നോക്കിയില്ല, മാസ്റ്റേഴ്സ് ചെയ്യാൻ നിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് ഞങ്ങള് കോളേജിന്റെ എന്തോ കാര്യം ചെയ്തോണ്ടിരിക്കുന്നപ്പോ പെട്ടെന്ന് ഇവളുടെ മമ്മി വിളിച്ചിട്ട് ഇവളോട് സംസാരിച്ചതാ. ജർമ്മനിയിൽ ഇങ്ങനെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്, നഴ്സിംഗ് നല്ല സ്കോപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോ എന്റെ മനസ്സൊന്നും ഇങ്ങനെ ഇതായി. അവതനും ഇവള് ചോദിച്ചു രണ്ടുപേരും നഴ്സിംഗ് ആണോ? ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ എനിക്ക് എന്തെങ്കിലും വേറൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിലേക്കൊന്ന് നൈസായിട്ട് തപ്പും. അതെ, ഞാൻ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ നന്നായിട്ട് എന്തെങ്കിലും ഇപ്പൊ നഴ്സിംഗ് എന്നല്ലാതെ അത്രയും സ്റ്റൈപ്പൻഡില് കിട്ടണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. പക്ഷെ തിരിച്ചു തന്നെ വരും. അതാണ് ഹൈലൈറ്റ്. എന്തെങ്കിലും പോകും, പക്ഷെ തിരിച്ച് ഇതില് തന്നെ പോവാനാ? ഞാൻ നഴ്സിംഗ് അല്ല, എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡ് ഞാൻ നഴ്സിംഗ് ബട്ട് ഇതുപോലെ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റി വല്ലതും കിട്ടിയ. അല്ലാതെ നമ്മളുടെ ഒരു എങ്ങനെയാ. അല്ല, നീ എന്തുകൊണ്ടാ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോവാന്നെ? അറിഞ്ഞില്ലായിരുന്നല്ല. അല്ല, ഞാൻ ചോദിച്ചത് നഴ്സിംഗിനോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ. ഇല്ല അങ്ങനെയല്ല. എനിക്കിങ്ങനെ മെഡിക്കൽ ഫീൽഡിൽ പോണം എന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കോളേജിലൊക്കെ ഒന്ന് പോയി അടിച്ചു പൊളിച്ച് അതെ കോളേജിൽ പോവാന്ന് വിചാരിച്ച. എനിക്കൊരു 1 year ഗ്യാപ്പ് വന്നായിരുന്നു. ഞാൻ വിചാരിച്ചതാണെന്നും BSc നഴ്സിംഗ് എടുക്കാം. പക്ഷെ കുറച്ച് എന്താ പറയാ, കുറച്ച് പ്രോബ്ലംസ് വന്നത് കാരണം പോവാൻ പറ്റിയില്ല. ഞാൻ വേറെ ഒരു നിഫ്റ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. അത് കഴിഞ്ഞിട്ട് PSCക്ക് പോയി. അതെ, ഇനി കാണാൻ ബാക്കിയില്ല. എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ PSCക്ക് അതെ അവസാനം ഇവിടം വരെ എത്തി. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? തീരാറായില്ലേ? അതെ, ഇനിയിപ്പൊ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. കഴിഞ്ഞു, എക്സാം കൂടെ ഉള്ളൂ. പക്ഷെ നമ്മള് A1 A2 പഠിച്ച പോലെ അല്ലല്ലോ. B1 B2 കുറച്ച് ടഫ്നെസ് ഉണ്ട്. നമ്മള് ഒരു ദിവസം B2 പഠിക്കുന്ന സമയത്ത് മീൻസ് ഹിയറിംഗ് ലിസണിങ് ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഫുൾ മാർക്ക്. സത്യം നമുക്ക് ഒരു കുഞ്ഞു കാര്യം പോലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞത് നമുക്കൊന്ന് എവിടെ പോയി അന്നേരം കുറച്ചുകൂടെ നല്ലതായിട്ട് മനസ്സിലായി. പക്ഷെ B2 എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? വഴി കൂടെ പോകുന്ന സൗണ്ട് നമ്മള് ട്രോളൊക്കെ കാണുന്നില്ലേ, നമ്മള് ഇങ്ങനെ ഓരോരോ പട്ടി പൂച്ചയൊക്കെ കിടന്ന് എക്സാക്ട്ലി അങ്ങനെ വഴി കൂടെ പോകുന്ന ഫുൾ സൗണ്ട് മനസ്സിലാവില്ല. നമ്മള് ഡൈവേർട്ട് ആക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, വേറെ കാര്യങ്ങള് ഇപ്പൊ റോങ് ക്വസ്റ്റ്യൻ അത് കുറെ തവണ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. നമ്മളുടെ ആൻസർ മാത്രം കുറച്ചങ്ങോട്ട് നമ്മളാണെങ്കിൽ അത് മാത്രം നമ്മൾ വിചാരിക്കും ഈ കുറെ പറഞ്ഞു. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ആ ഒരു ട്രിക്ക് നടക്കുന്നതായിരിക്കും അല്ലാത്തത്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ലേസൺ പിന്നെ നമ്മളുടെ ഒരു ലക്ക് വരെ വായിച്ചാലും മനസ്സിലാവും, മനസ്സിലാവില്ല. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് വരാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, A1 കാര്യങ്ങൾ നമുക്കിപ്പോ സിംപിളർ ആണെങ്കിൽ ചിലപ്പോ C1 സീറ്റ് പഠിച്ചിട്ട് നമ്മൾ B2 വന്നിട്ടുണ്ടെങ്കിൽ അത് പറ്റൂല. നമ്മള് ജർമ്മനി പോയി കഴിയുമ്പോ ഈസി ആവും. അവിടെ ചെന്നൈ നമ്മള് പഠിക്കണതല്ലോ, നമ്മളവിടെ ചെന്നിട്ട് ബുക്കിൽ നമ്മള് വായിക്കണതല്ലോ, എക്സ്പീരിയൻസ് ചെയ്യുമ്പോ കുറച്ചുകൂടി അത് തന്നെ. അത് ശരിയാ. നമ്മളുടെ ഇവിടെ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യണുണ്ടല്ലോ പോലെ. അതൊക്കെ നല്ല അടിപൊളി. ഇപ്പൊ ഒരു സംഭവം കാണിച്ച് തന്നിട്ട് ചെയ്തതിന് അതായിരിക്കും ഏറ്റവും നമ്മൾ എത്ര ബുക്കിൽ പഠിച്ചാലും അതുപോലെ നമ്മളുടെ ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസോ
നിങ്ങളെ കൊണ്ടുവന്നിട്ട് ദേ ഇതാണ്, നിങ്ങൾ നോക്കൂ, ഇതാണ്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ, എന്നിട്ട് പഠിപ്പിക്കണം, കുറച്ചും കൂടെ മനസ്സിലാവും. ടീച്ചേഴ്സിനൊക്കെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഞങ്ങളുടെ ഒരു ഫോർഷ്ലാഗ് ആയിട്ട് നിങ്ങൾ എടുക്കും. മീൻസ് ഫോർഷ്ലാഗ് മീൻസ് സജഷൻ ആയിട്ട് എടുക്കുക. മീൻസ് ഇങ്ങനത്തെ കുറെ വേർഡ്സ് ഉണ്ട്. എന്താ പറയാ, കുറച്ച് വേർഡ്സ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് കുറച്ച് അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് സാധാരണ ഒരു വേർഡ് പഠിക്കുന്നതിനേക്കാളും കുറച്ച് നമ്മളുടെ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വരാൻ നേരത്തെ കുറച്ച് ഭയങ്കര ഭംഗിയായിട്ടുള്ളതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ക്യാച്ച് ചെയ്യാൻ നേരത്തെ അതൊക്കെ അറിയോ? പിന്നെ അതൊന്നും മറക്കത്തില്ല. ഇത് ഇങ്ങനത്തെ വേർഡ്സ് നമ്മൾ മറക്കത്തില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു ദിവസം എനിക്ക് കസ്റ്റമേഴ്സ് എന്ന് പറയേണ്ടി വന്നു. ഞാനത് എങ്ങനെ പറഞ്ഞു, ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ എന്താണ് ഈ പറഞ്ഞത്, ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞ, സാധാരണ ആൾക്കാരെ എന്താ ഇവര് ഉദ്ദേശിച്ച നമ്മളുടെ ഇത് പറയത്തില്ല, സീനറീനെ പറയില്ലേ, കറക്റ്റ്. അയ്യോ എനിക്ക് അത് പിന്നെ നമ്മുടെ ഡോക്യുമെന്റ്സിനെ പറയുന്നത് ഇതൊക്കെ നമ്മൾ മറക്കത്തില്ല. നോർമൽ ഒരു ഇതൊക്കെ ഒരു വട്ടം കേട്ടാ മതി. ക്യാപ്സ് ഉണ്ട്, എന്താ പറയാ, ഔട്ട് മൈ സാംകായിട്ട് ഫസ്റ്റ് കണ്ടപ്പോ സിമ്പിൾ ആയിട്ടുള്ളത് പറഞ്ഞിട്ട് ആ വേർഡ് പ്രൊണൗൺസ് ചെയ്യാൻ നല്ല പാടായിരുന്നു, ചെയ്യാൻ ഭയങ്കര ടഫായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. എനിക്ക് നിങ്ങളൊക്കെ ഇവരുടെ ക്ലാസ് ഫസ്റ്റ് പഠിച്ചെന്ന് തോന്നുന്നു. നിങ്ങൾ ഫസ്റ്റ് പഠിച്ചു. ഞങ്ങള് പിന്നീട് പഠിച്ചിട്ട് വേണ്ട, അത് വേണ്ട, അത് യൂസ് ചെയ്യണ്ട, ഞങ്ങള് ചോദിക്കുവായിരുന്നു മിസ്സേ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇത് പറയാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ബാച്ചിലേക്ക് വരാതിരുന്നേ. ഇല്ല, ഞാൻ നിങ്ങളുടെ ബാച്ച് ജോയിൻ ചെയ്യാനായിരുന്നു. അപ്പം നേരത്തെ ഇവിടെ വന്നപ്പം ഒരു ഓൺ ഗോയിങ് ബാച്ച് ഉണ്ട്, അവിടെ വേണേ കേറിക്കോ, ഒരു 1 വീക്ക് ആയതേ ഉള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ ഇവളിപ്പോ ABCD അല്ല പഠിച്ചത് ഫസ്റ്റ്. ഞാൻ ഫസ്റ്റ് ABCD അല്ല പഠിച്ചത്. ഞാൻ വന്നു കഴിഞ്ഞ് കുറച്ച് പഠിപ്പിച്ച് കഴിഞ്ഞാണ് ABCD ഒക്കെ പിന്നെ പഠിക്കുന്നത്. അപ്പൊ ഡിഫിക്കൽട്ടി കുഴപ്പമില്ല, എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ കുറച്ച് വെച്ച് പറഞ്ഞു തരാൻ തുടങ്ങി. കുഴപ്പമില്ലായിരുന്നു. മീൻസ് ഒരു ഇൻഡിവിജ്വലി പഠിപ്പിക്കുമ്പോ കുറച്ചുകൂടെ മനസ്സിലാവത്തില്ലേ. ടീച്ചർ ഇച്ചിരി കൂടെ അറ്റൻഷൻ കിട്ടി. നമ്മള് ഈ ഫസ്റ്റ് തന്നെ പഠിച്ചപ്പോ വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ സംസാരിക്കായിരുന്നു. പക്ഷെ അവർക്കൊന്നും അറിയത്തില്ല, ഇത് കറക്റ്റ് ആണോ. എന്റെ വീട്ടിൽ പറയും, ഇവിടെ ആവുമ്പോ നിനക്ക് എന്തും പറയാം. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിനക്ക് ഡോയിഷ് അറിയില്ല, ഡോയിഷ് മീൻസ് നമ്മുടെ ജർമ്മൻ പറയുന്നത്, അവിടുത്തെ ആൾക്കാർ ഡോയിഷ് ലാൻഡ് എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ ഒക്കെ ഒരു ആവശ്യമില്ല. നമ്മളത് യൂസ്ഡ് ആയി ഇന്ത്യൻ. നമ്മൾ വിചാരിക്കും ഇന്ത്യൻ എന്ന് പറയുമ്പോ നമ്മുടെ നാഷണാലിറ്റി ആണ് പറയുന്നത്. പക്ഷേ അവര് കൺട്രീനെ പറയുന്നത് തന്നെ ആവശ്യമില്ല. മര്യാദക്കൊരു അയ്യോ നമ്മളെന്താ പറഞ്ഞോണ്ടെന്ന് വെച്ചാ ഇങ്ങനെ പുതിയ വേർഡ് പഠിക്കുന്ന വീട്ടിൽ അറിയത്തില്ലാത്തവരുടെ അടുത്ത് ഞങ്ങൾ പിന്നെ ബസ്സിന് പോകുന്നില്ല. ബസ്സിൽ പോകുമ്പോ ഇതുപോലെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ പെട്ടെന്ന് പറയാൻ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അവരെന്താ ചെയ്യണേന്ന് നമുക്ക് പെട്ടെന്ന് മലയാളത്തിൽ പറഞ്ഞിട്ട് വളരെ ചെറുതായിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശരിയാണ്, തൊട്ടാലും പിടിച്ചാലും ഒരു 5 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ 4 പേര് ജർമ്മൻ എന്തായാലും സ്കൂളിൽ തന്നെ എന്തോരം പേരാ ജർമ്മൻ. ഞങ്ങളുടെ സ്കൂളിലല്ല, എന്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട്. എന്തിന് എന്റെ ഫാമിലി തന്നെ എനിക്ക് 3 കസിൻസാ, അതില് ഞാൻ ഉൾപ്പെടെ 3 പേരിപ്പോ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എല്ലാവരും പോപ്പുലർ ആയിട്ടുണ്ട്. പിന്നെ 1 ഇയർ ആവുമ്പത്തേക്കും തന്നെ നമുക്ക് സെറ്റിൽ ആകാം. എല്ലാം കൊണ്ട് പഠിക്കുമ്പോ തന്നെ ഒരു ഏണിങ്സ് കോഴ്സുകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് കൂടുതൽ പേര് അല്ല വേറെ മാർഗങ്ങളുണ്ട് ഡോക്ടറിൽ എത്തിപ്പെട്ട. എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാം, ഔപ്പേറുണ്ട്, പ്രൈവറ്റ് സോഷ്യൽ വർക്ക് ചെയ്യണ പോലെ നമുക്ക് ഇങ്ങനെ സ്റ്റൈപ്പൻഡ് കിട്ടും, പക്ഷെ കുറവായിരിക്കും. പക്ഷെ അത് ഏറ്റവും നല്ലതാണ് ഹൗസ് ബിൽഡിംഗ് ചെയ്യണതിന് മുമ്പ് നമുക്ക്
ആ ഒരു ടേംസ്, മെഡിക്കൽ ടേംസും അതിനൊക്കെ ആയിട്ട് ഫെമിലിയർ ആവാൻ വേണ്ടിട്ട് നമ്മൾക്ക് അങ്ങനെ ഫെമിലിയർ ആകാൻ വേണ്ടിട്ട് ഇങ്ങനെ B2.2 എന്നോ മാത്രം പഠിക്കാൻ വേണ്ടിട്ട് അല്ലെ അവിടെ ചെന്ന് ഫസ്റ്റ് ഇതൊക്കെ കേൾക്കുമ്പോ നമുക്കൊന്നും മനസ്സിലാവില്ല. ഒന്നാമതേ മെഡിക്കൽ ടേംസ് നമുക്ക് അറിയില്ല, പിന്നെ ഇതുപോലെ ഡിഫിക്കൽട്ട് ആണ്. അല്ല അതിനെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നണം അതൊക്കെ ഇങ്ങനെ. കാരണം ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഇങ്ങനെ വൊക്കേഷണൽ പ്രോഗ്രാം മീൻസ് നമ്മള് തിയറി പഠിക്കണേനൊപ്പം നമുക്ക് പ്രാക്ടിക്കലും ചെയ്യാം. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയ്യണതിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയുക സ്റ്റൈപ്പൻഡ് തരും. ആ ഗവൺമെന്റ് നമുക്ക് സ്റ്റൈപ്പൻഡ് തരും. അപ്പൊ നമുക്ക് ചെറിയൊരു ഏർണിങ്സ് കിട്ടുമല്ലോ. അപ്പൊ അത് ഫസ്റ്റ് തന്നെ നമ്മ ഒരു അറിയാത്ത ഭാഷ പഠിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവല്ലോ. അത് മാറ്റാൻ വേണ്ടിയാണ് കൂടുതൽ പേരും ഈ ഔപെയർ FSJ ഒക്കെ നോക്കുന്നത്. ഞാൻ പറയട്ടെ, ഔപെയർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഫ്രണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ അവള് മാത്രല്ല, എന്താ പറയാ, ഇപ്പൊ ഔപെയർ പോണെങ്കിൽ നമ്മള് വേറൊരാളുടെ വീട്ടിൽ പോയി നിൽക്കുക, അവിടുത്തെ കുട്ടികളെ നോക്കണം. അവള് കുട്ടികളെ നോക്കണം പറഞ്ഞായിരിക്കും പോകുന്നത്. പക്ഷെ ഔപെയർ എന്ന് പറഞ്ഞാൽ ബേബി സിറ്റിംഗ് പോലെയാ. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോ നമ്മൾ ആ ഒരു വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അതിന് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ട്. മീൻസ് നമ്മുടെ ഔഷ്പ്രാഹെ സെറ്റാക്കാം, നമ്മുടെ സ്പ്രാഹെ സെറ്റാക്കാം, നമ്മുടെ കൾച്ചർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ കയ്യിൽ നിന്ന് അവര് എമൗണ്ട് തരുന്നുണ്ട്, നമുക്ക് ഒരു കുറച്ച് എമൗണ്ട് തരുന്നുണ്ട്. അപ്പൊ അക്കോമഡേഷൻ ആൻഡ് ഫുഡ് അവിടെ ഫ്രീയാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അതൊരു നല്ലൊരു ഓപ്ഷൻ ആണ്. പക്ഷെ ഇങ്ങനെ വീട്ടിൽ പോയി നിന്നിട്ട് അവരുടെ കൺട്രോളിൽ നിന്ന് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ FSJ എന്താണ് അത് ഈ സോഷ്യൽ വർക്ക് പോലെ നമ്മുടെ റെഡ് ക്രോസ് പോലെ തന്നെ. ഓക്കെ, അപ്പൊ അവരുടെ ഒപ്പം മീൻസ് ഒരു സോഷ്യൽ വർക്കായിട്ട് അതിനെ കാണാം. നമുക്ക് ഏർണിംഗ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് പറ്റത്തില്ല. സോഷ്യൽ വർക്കും കൂടെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ മെഡിക്കൽ ടേംസിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫെമിലിയർ ആയിട്ട് പിന്നെ ഹൗസ് ബിൽഡിംഗ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നേരിട്ട് പോണേനേലും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഡോയ്ച്ച്ലാൻഡിൽ പോയിട്ടുണ്ടോ? കുറേ പേര് പഠിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കുറെ പേര് പഠിച്ച് പാസ്സാവുന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂ കിട്ടി കുറവാണെന്നാണ് തോന്നുന്നത്. എന്റെ ഒരു ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഇയറിൽ പോയിട്ടുണ്ടായിരുന്നു. അവള് ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് തന്നെയായിരുന്നു, കുഴപ്പമില്ല. മീൻസ് പക്ഷെ അവൾക്ക് ഒരു 3 months എടുക്കേണ്ടി വന്നു അതിലേക്ക് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടി. എല്ലാവരും ഒരു 3 to 6 months എന്നാ പറയുന്നത്. ഇല്ല, എല്ലാവരും ചോദിക്കുന്നവരും അങ്ങനെ പറയുന്നത് ഒരു 3 months. വീഡിയോസ് കാണുമ്പോ അതിലും പറയുന്നത് ഒരു 3 to 6 months എടുക്കും. നമ്മൾ ഏത് ലാംഗ്വേജ് പഠിച്ചിട്ട് പോയാലും, എല്ലാവരും അതാ പറയുന്നത്. B2 പാസ്സായിട്ട് പോയാലും അവിടെ ചെന്നിട്ട് അങ്ങനത്തെ ഒരു തിങ് അല്ലേ പഠിക്കുന്നത്. നമ്മള് ലോക്കൽ ലാംഗ്വേജ് അല്ല പഠിക്കുന്നത്, ലോക്കൽ സ്ലാങ് അല്ല പഠിക്കുന്നത് അവിടെ. മലയാളം തന്നെയാണ് കാര്യങ്ങളുണ്ട്. ശരിക്കുള്ള ഇതല്ലല്ലോ നമ്മൾ സംസാരിക്കണം. നമ്മുടെ ഓരോ സ്ലാങ് അതുപോലെ തന്നെ അവിടെ ആണെങ്കിലും അവിടെ പ്രൊനൗൺസ് ചെയ്യത്തില്ല. പക്ഷെ നമ്മള് മലയാളികൾ കുറച്ചുകൂടെ പ്രസ് ചെയ്തല്ല കൊടുക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മള് പ്രസ് ചെയ്തല്ലേ പറയണം. നമ്മൾ നല്ല സ്ഫുടതയോടെ അല്ലേ പറയുന്നത് കൊറേ കാര്യങ്ങളൊക്കെ. കുറച്ച് കാര്യങ്ങളല്ല, ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ജർമ്മനിൽ പറയാൻ നേരത്ത് നമുക്ക് അത്ര എന്താ പറയാ ആ ഒരു ഇത് വേണ്ട. ഞാൻ എന്ത് ചെയ്യുന്നു പറയട്ടെ, ഈ എക്സാമിന് പോയ സമയത്ത് എനിക്ക് ഔഷ്പ്രാഹ്യം നന്നായിട്ട് വേണമെന്നുണ്ട്. ഇങ്ങനെ ഒരു കുഴഞ്ഞുള്ള സംസാരം വേണമെന്നുണ്ടായിരുന്നു. ഞാൻ ഈ മറ്റേ പ്ലെയിൻ അലൈൻമെന്റ് ഇട്ടിട്ട് പോയായിരുന്നു. സത്യം പറയാ, നമ്മൾക്ക് ആ സമയത്ത് നമ്മൾ മറ്റേ ഒരു ഫിലിം ഉണ്ടല്ലോ, പൊട്ടറ്റോ വയലിട്ടിട്ട് ടു കൺട്രീസിലെ അവരിങ്ങനെ പഠിക്കുന്നത് എന്താണ് ആ സാധനം ഇടുന്ന എന്റെ ആ ഒരു പ്ലെയിൻ ബ്രേസേഴ്സ്. സംഭവം നൈസാണ്, സത്യം പറയാലോ. നമ്മള് പറയുന്നത് അവർക്ക് മനസ്സിലാകും, ആ ഒരു രീതിയിലേ സംസാരിക്കുള്ളൂ. പക്ഷെ പ്രൊനൗൺസിയേഷൻ നന്നായിട്ട് വരും. ഇപ്പൊ ഡാങ്കേ എന്ന് പറയണതിന് പകരം ഡാങ്ക, ഫ്രാഗേ എന്ന് പറയണ ഫ്രാഗ എന്ന് പറയുമ്പോ അത്രയും. പിന്നെ നമ്മൾ ആറ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മള് അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ നമ്മുടെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് വിട്ട് ഒരു സാധനം അയ്യോ അങ്ങനെ വേണമെങ്കിൽ രാത്രി കിടക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാലോ. അങ്ങനെ ഉപയോഗിക്കാവുന്നത് നല്ലൊരു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് B2 പാസ്സായി നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ
എന്താ സ്പീക്കിംഗ് ആണ് അവര് നോക്കണത്. സ്പീക്കിംഗ് ഒരു വലിയൊരു ഫാക്ടറാണ് ഡോയ്ച്ച്ലാൻഡിൽ എത്തിപ്പെടാൻ വേണ്ടി. അല്ല, അത് അവര് നമ്മൾക്ക് തന്നെ ഒരു ഇതാണ്, മീൻസ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബുദ്ധിമുട്ടാതിരിക്കാൻ അത് വേണ്ടിയിട്ടുള്ള ശരിക്കും നല്ല കാര്യം. കാരണം ഞാൻ അവിടെ പോയി ജീവിക്കുമ്പം എനിക്ക് കുറച്ച് ഈസി ആണ് ലാംഗ്വേജ് വേണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ എന്തായാലും ലാംഗ്വേജ് ആണ്. കൈ കൊണ്ടൊക്കെ വെക്കാം. എത്ര നാള് പിടിക്കും. ഒരേ ഞാൻ കാര്യം പറയട്ടെ, തന്നെ അന്ന് സംസാരം ചോദിക്കാൻ അന്ന് എന്നെ തന്നെ. കുട്ടിച്ച് അന്ന് പെർഫ്യൂം ഞാനന്ന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ എക്സാമിന് പോയിരുന്നപ്പോ ഇർഫാറും പറയാൻ പറഞ്ഞു. എനിക്ക് കുറച്ചൊക്കെ മീൻസ് പെട്ടെന്നാണ് എന്നോട് വന്നിട്ട് അല്ലെങ്കിൽ നിന്റെ ഇർഫാറും പറയാന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഒന്നും കിട്ടിയില്ല. ഞാൻ അവിടെ കിടന്ന് എന്താണ് മീൻസ് ഞാനിടെ ആക്ഷൻ ആയിരുന്നു കൊറേയൊക്കെ ആക്ഷൻ സോങ് അല്ല, ചെറുതായിട്ട് ആക്ഷൻ ആയിരുന്നു കൂടുതൽ. എന്താ പറയാ, ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, വരുന്നു പോകുന്നു. മലയാളം യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ആക്ഷൻ സംസാരിക്കണേനൊപ്പം കുറെ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മള് മറ്റേ ഗോയിത്തയില് പോയി കഴിഞ്ഞിട്ട് ഇത്ര ആക്ഷൻസ് ഒക്കെ കാണിച്ചാൽ അവര് അപ്പൊ തന്നെ എന്തെങ്കിലും പറഞ്ഞ് റിജക്ട് മാർക്ക് കുറച്ചുപോയി. ഗോയിത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാം, അവരായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അതായത് നമുക്ക് സ്പീക്കിംഗ് സ്കിൽ ഉണ്ടാകാം, നമുക്ക് എത്രത്തോളം അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം അറിയാം, ഒന്നുമില്ല. ഗ്രാമർ അത്ര ഇമ്പോർട്ടന്റ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ലിമിറ്റ് വെച്ച് ഗ്രാമർ പഠിച്ചിട്ട് ഗ്രാമറിന് വേണ്ടി നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്തെടുത്ത് ഗ്രാമർ കേട്ടാൻ വേണ്ടിട്ട് നമ്മള് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യരുത്. അവർക്ക് അത് മനസ്സിലാവും. അവിടെയാണ് അത് അവിടെ വരുക. അങ്ങനെയല്ല, നമുക്കൊരു ഫ്ലോയിൽ ആ സംഭവം നമ്മുടെ ഒപ്പം തന്നെയാണെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് പോവാം, അത്രയും മതി. അല്ലാതെ ഒരു സ്ഥലവും വേണ്ട. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ നമ്മുടെ ബിഹേവിയർ നമ്മള് എന്താ പറയാ സെറ്റ് ആക്കുക. അവിടെ അതൊരു വലിയ ഫാക്ടറാണ്. മീൻസ് നമ്മളെപ്പോഴും എനർജി ആക്റ്റീവായിട്ട് നിൽക്കുക, അവരോട് നന്നായിട്ട് പെരുമാറുക, അവർ ചോദിക്കണേന് മറുപടി പറയാ. ആക്റ്റീവ് കൂടിയാണ് ഞാനിപ്പോഴേ സെറ്റാണ്. ഞാൻ എന്റെ പേഷ്യൻസിനെ ഇട്ടൊക്കെ ഞാൻ വലിയ ഭയങ്കര അടിപൊളിയായിരിക്കും, ചില്ലായിരിക്കും. കൂടിയിട്ട് മറ്റേ അത്ര അത്ര ആയില്ലെങ്കിലും ഞാനൊരു ലിമിറ്റ് വെച്ചിട്ട് ചില്ലായിട്ടായിരിക്കും. മീൻസ് അവർക്ക് നമ്മള് ഓൾഡ് ഏജ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും. അല്ല, അതൊരു ഇമ്പോർട്ടന്റ് താല്പര്യമില്ലാതെ വന്നതാന്ന് തോന്നുന്നത്. താല്പര്യം ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എങ്ങനെ എത്തിപ്പെട്ടെന്ന് വിചാരിക്കും. ഒരു 6 months അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ പറയില്ല നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്നൊക്കെ നോക്കി, ക്യാരക്ടർ എങ്ങനെയാണ്, നമ്മുടെ ബിഹേവിയർ, അവരായിട്ടുള്ള സംസാരം കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഇത് കൂടുതലാണ്. ഞാൻ പക്ഷെ പേഴ്സണലി എനിക്ക് അങ്ങനെ ആരെയും പരിചയമില്ല, ഇങ്ങനെ പോയി അവര് ആരെയും പരിചയമില്ല. പക്ഷെ ട്യൂട്ടേഴ്സ് വഴി നമ്മുടെ വേറെ ഫ്രണ്ട്സ് ഒക്കെ വഴി അറിഞ്ഞിട്ടുണ്ട്, നമ്മള് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബിഹേവിയർ നമ്മൾ മോൾഡ് ചെയ്തെടുത്തിട്ടേ പറ്റുള്ളൂ. മീൻസ് അവിടെയെങ്കിലും പേഷ്യൻസിനോടാണ് നമ്മൾ ബിഹേവിയർ ചെയ്യണം. അതായത് നമ്മുടെ ഒരു നമ്മിങ്ങനെ നമുക്ക് ഇഷ്ടമില്ല എന്നുള്ള രീതി അവിടെ കാണിക്കരുത്. ശരിയാ, അവർക്കും അതൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പൊ നമ്മളോടാണെങ്കിലും ആരെങ്കിലും അങ്ങനെ ചെയ്യുമ്പോ നമുക്കൊരു ഒരുപാട് ആൾക്കാർ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ററാക്ഷൻ ഉണ്ട് എപ്പോഴും, അതൊരു വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ്. പക്ഷെ ഞാൻ ബേസിക്കലി ഒരു ആംബിവേർട്ട്, സത്യം പറയാലോ. ഒരു ആംബിവേർട്ട് എന്ന് പറയും, പക്ഷെ എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെ പേഷ്യൻസിനോടൊക്കെ പെരുമാറുമെന്ന്. പക്ഷെ ഞാൻ ചില സമയത്ത് ഭയങ്കര ഡൗൺ ആവും, അന്നേരം അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ആ ഡൗൺ ആയിട്ടുള്ള ടൈമിലും ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ മാക്സിമം ആക്റ്റീവ്. അതിന് വേണ്ടിയിട്ടല്ല നമ്മള് പഠിക്കുന്ന സമയത്ത് സ്റ്റേജ് ഫിയർ മാറ്റാൻ വേണ്ടി നമ്മള് ഇങ്ങനെ തേമ പ്രസന്റ് ചെയ്യുക, എല്ലാവരുടെ ഫ്രണ്ടിൽ നിന്ന് വേറെ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയിട്ട്. എനിക്കത് ഒട്ടും ഇഷ്ടമേ അല്ലായിരുന്നു. നമ്മുടെ ടീച്ചറോട് അല്ലാതെ വേറെ സംസാരിക്കാൻ പറ്റാതെ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചാലേ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനത്തെ ഇന്ററാക്ഷൻ നല്ലതാ. മിക്ക ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ കൊടുക്കാറുണ്ട്. ഇന്റർവ്യൂസിന് നമ്മള് വേറൊരാളല്ലേ ഇതുവരെയും പേരുണ്ടാവും, ചിലപ്പോ ഒരാളൊന്നല്ല 2-3 4 പേരുണ്ടാവും. എല്ലാവരും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് സെക്കൻഡ് ഇന്റർവ്യൂ ഉണ്ടാവും. ചിലപ്പോ 2 ഫേസ് ഒക്കെ ആയിട്ടായിരിക്കും നടത്തുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അപ്പോഴും ഇവര് നമ്മളോട് ചോദിക്കണം നമ്മുടെ B2 സർട്ടിഫിക്കറ്റ് അല്ല, നമുക്ക് എത്രത്തോളം അവരോട് സംസാരിക്കാം, എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക.
നമ്മൾക്ക് ഇപ്പൊ പറയാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ അവർക്ക് മനസ്സിലാവും. പക്ഷെ അവര് പറയുന്നതിനെ അവര് ഇന്ററപ്റ്റ് ചെയ്താലും നമ്മൾക്ക് അത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ട് ആ ഒരു സംഭവം പിടിച്ചു നിർത്തി അവർക്ക് ആൻസറബിൾ ആണോ നമ്മള്, ആ ഒരു കാര്യം അവര് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ ചെയ്യും. പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കണോ, അല്ലെങ്കിൽ നമുക്ക് അവരോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള നമ്മളുടെ ഫേസിൽ ആ ഒരു ടെൻഷൻ വരരുത്. നമ്മൾ ചിരിച്ച് പ്ലസന്റ് ആയിട്ട് അവരുടെ മുമ്പിൽ ഇപ്പൊ പ്രസന്റ് എല്ലാവർക്കും ചെയ്യാം. എല്ലാ കാര്യവും അറിയാൻ പറ്റില്ല. ഇപ്പൊ അവര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ അറിയത്തില്ലായിരിക്കും. അറിയില്ലായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ ടെൻഷനായി ഫുള്ളായിട്ട് ഫുള്ളായിട്ട് പോവാതെ ബ്ലാങ്ക് ആവരുത്. അതിന് പകരം നമ്മൾ അപ്പൊ നമ്മുടേതായ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പറയണം നമുക്ക് അറിയില്ലെന്നും കൂടെ പറയണം. അറിയില്ലാന്ന് ഒറ്റയടിക്ക് പറയരുത്. അങ്ങനെയല്ല, അത്ര information ഇല്ല. അല്ലാതെ പക്ഷെ അവിടെ ഞാനിങ്ങനെ എടുത്തോളാം. പക്ഷെ എനിക്ക് ഇങ്ങനെ അറിയാം, മിണ്ടാതിരിക്കരുത് അവിടെ. അങ്ങനെ അറിയാം. എന്റെ ആ situation നമ്മൾ നല്ലപോലെ ഹാൻഡിൽ അല്ലാതെ ചെയ്ത് നമ്മൾ പോവാ. അവിടെ അറിയില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത്. അല്ലെ അങ്ങനെ എനിക്ക് അറിയത്തില്ലാത്തൊരു ക്വസ്റ്റ്യൻ വന്നു, ഓക്കെ എനിക്ക് ഇനി ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ബ്ലാങ്ക് ആയി പോകരുത്. നമ്മളാ റിയൽ ലൈഫിൽ ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ എങ്ങനെ നമ്മൾ മലയാളത്തിൽ ഹാൻഡിൽ ചെയ്യുന്നു അതുപോലെ നമ്മളെ ഹാൻഡിൽ ചെയ്യാം. സത്യം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്കും അതൊരു ഇംപ്രഷൻ ആകാം. അതെ. നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ തന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് തോന്നണം. തോന്നണം. അവർക്ക് ആ ഒരു കോൺഫിഡൻസ് നമ്മളായിട്ട് കൊടുക്കണം. നമ്മളിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാം ഭയങ്കര പ്ലസന്റ് മൂമെന്റ്സ് മാത്രമായിരിക്കും. ആയിരിക്കില്ല, അത് ശരിയാണ്. എന്തെങ്കിലും ഒരു ഇത് വന്നാലും നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ആയി പോണം. അതിന് വേണ്ടിയിട്ടാണ് കുറെ അവിടെ നമ്മൾ പോവാൻ നേരത്തെ എന്തായാലും അതിനേക്കായിട്ട് നമ്മൾ അഡാപ്റ്റഡ് ആകും. ശരിക്കും എന്ത് കാര്യം വന്നാലും ഒറ്റക്ക് ചെയ്യാം, രീതിയിൽ അഡാപ്റ്റഡ് ആകും നമ്മൾ. ഫാമിലിനെ പോകുമ്പോ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നോക്കും. പക്ഷെ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. മീൻസ് ഇത്ര നാളെ നമ്മള് പാരന്റ്സിന്റെ കൂടെ നിന്നു, നമ്മളൊന്നും ചേഞ്ച് Independent ആവണമല്ലോ. ആകണം. ഇത്ര നാളെ നിൽക്കും പാരന്റ്സിന്റെ കൂടെ. അല്ല പക്ഷെ നമ്മള് ഡോയ്ച്ച്ലാൻഡിൽ എത്തിപ്പെടാൻ ഇത്തിരി പണിയാ. അതെ, എക്സാം മെയിൻ ആയിട്ട് നമ്മുടെ ലാംഗ്വേജ് ആദ്യം അത് പഠിക്കണം. പിന്നെ എക്സാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ടൈം, മണി, നമ്മളുടെ എഫേർട്ട് എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു പെട്ടെന്ന് എടുത്തിട്ട് പോവാ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇന്റർവ്യൂ കിട്ടാൻ പണിയാ, അല്ലെങ്കിൽ എക്സാം കിട്ടാൻ പണിയാണ്. എക്സാം ഗോയിത്തെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ഈസിയൽ കുറെ പേര് എഴുതി. അത് എല്ലാ കമ്പനിയും ചെയ്യുന്നില്ല. ടെൽക്കണ്ടി അതെ. പിന്നെ ഈസിയല്ലേ, ഈസി. പക്ഷെ കൂടുതലും പേരും ഗോയിത്തെ പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് നമ്മള് മെറ്റീരിയൽസ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ തുടക്കം മുതലേ നമ്മള് ഈ ഗോയിത്തെ പ്രാക്ടീസ് ചെയ്തത് കാരണം ഞാൻ ഗോയിത്തെയാണ് പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ഗോയിത്തെയാണ് ഒരു കംഫർട്ട്. അല്ല, നമ്മളതാണല്ലോ പഠിച്ചത്. ഗോയിത്തെ മോഡലാണ് നമ്മളെല്ലാം ചെയ്തത്. അപ്പൊ നമുക്ക് ഗോയിത്തെ ആയിരിക്കും കൂടുതലും. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഗോയിത്തെയാണ് ആണ്. ഗോയിത്തെയാണ് എനിക്കറിയുന്നത് മിക്കതും ഗോയിത്തെയാണ് പഠിക്കുന്നത്. എന്തുകൊണ്ട് A1 തൊട്ട് B2 വരെ ഗോയിത്തയല്ലേ പഠിച്ചത്. അത് കാരണം ഇനിയൊരു വേറൊരു എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ അത് പിന്നെയും എഫേർട്ടാ. നമ്മളിപ്പോ ഗോയിത്തെ ചെയ്തോണ്ടിരുന്ന ഒരു മെറ്റീരിയലേ അല്ലല്ലോ അതില്. നല്ല എൻറ്റയർലി നല്ല ഡിക്ഷണറി ഒക്കെ യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് എക്സാമിന്റെ സമയത്ത്. പക്ഷെ എന്നാലും അതൊരു നല്ലൊരു ഇതാണ്. കിട്ടുമോന്നൊന്നും അറിയില്ല. 45 മിനിറ്റ്സ് വെച്ച് ഒരു ടൈലിനുണ്ടെന്നൊക്കെയാ പറയണേ. ഉണ്ടോ? പക്ഷെ ഞാൻ പറയട്ടെ, പെട്ടെന്നൊരു ചേഞ്ച് പറ്റത്തില്ല. നമ്മളിപ്പോ 1 ഇയർ ആവുന്നു. അത് അത്രയും നാളെ നമ്മൾ ഗോയിത്തെ പഠിച്ചിട്ട് പെട്ടെന്ന് ഈക്വൽ എഴുതുന്ന പറയുമ്പോ പെട്ടെന്നൊരു ഡിഫറൻസ് ഉണ്ടാവും നമുക്ക്. എന്തുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ എടുത്തത്? ഇവിടെ എന്റെ ഫ്രണ്ട് വന്നതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞു അവിടെ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ വന്നു. അതുപോലെ ഞാൻ +2 പഠിച്ച അവളും ഞാൻ ഒന്നിച്ച് പഠിച്ച 8th സ്റ്റാൻഡേർഡ് തൊട്ട്. അപ്പം അവൾ ഇതുപോലെ നേരത്തെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. എന്നെക്കാളും മുന്നത്തെ ബാച്ചിലായിരുന്നു എന്നെക്കാളും. നീ അവളെ വന്നതിന് ശേഷം എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു തുടങ്ങി ഞാൻ ഇങ്ങനെ പോവാണ്. അപ്പം ഞാൻ എന്റെ പേരന്റിനോട് പറഞ്ഞപ്പം അവര് പറഞ്ഞു എന്നാ നമുക്ക് നോക്കിയാലോ. ഞാനും ഒന്നും ആവാതിരിക്ക, എവിടെയും കൊടുത്തിട്ടില്ല, കോളേജ് ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു, വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യണമെന്ന്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പം നല്ലതാന്ന് തോന്നി. പിന്നെ പപ്പയ്ക്കും അത് നല്ല താല്പര്യമുണ്ട് പുറത്തു വിടണമെന്നുള്ളത്. പപ്പ പുറത്താണ്, അതുകൊണ്ട് പപ്പയ്ക്ക് നമ്മളും പോകണം എന്നൊരിതുകൊണ്ട് ഇവിടെ എന്തിനു നിൽക്കുന്നു. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ തേമ പ്രസന്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 30 സ്റ്റുഡൻസ് തീരാൻ വേണ്ടി കാത്തു നിൽക്കണ്ടേ. ഒരു ദിവസം തീരില്ല. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ അവിടെ വെറുതെ ഇരിക്കുക. പക്ഷെ നമ്മളുടെ ഇവിടെ ആണെങ്കിൽ
എനിക്ക് പേഴ്സണലി ഇവിടെ ഓക്കെ ആയിരുന്നു. അതെ, നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ പ്രത്യേകം വിളിച്ചാൽ സെക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ സബ്ജക്റ്റും പഠിക്കണ പോലെ അല്ലല്ലോ, പുതിയൊരു ലാംഗ്വേജ് നമുക്ക് അറിയാത്തൊരു അറിയാത്തൊരു സംഭവം പഠിക്കണല്ലേ അത് നമുക്ക് നല്ല അറ്റൻഷൻ വേണം. കാരണം ബേസ് തൊട്ട് പഠിക്കണ ഒരു നമുക്ക് ഇതുവരെ ഒരു ഐഡിയ ഇല്ലാത്തൊരു സംഭവം. ഈ ഫസ്റ്റ് ഇത് വന്നതിന് മുമ്പ് വല്ല ആപ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അയ്യോ എല്ലാവരും ഡൂലിംഗ് പറയും ഞാൻ ഡുവലിംഗോ വഴി ഇത് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മളവിടെ ഫസ്റ്റ് റോസ് മാം ക്ലാസ് എടുത്തപ്പോ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചായിരുന്നു? ഞാൻ പറഞ്ഞ ഞാനും ഷാന് ഡൂലിംഗോ വഴി നോക്കിയായിരുന്നു. അപ്പൊ മാം ചോദിച്ചു എന്തൊക്കെ പഠിച്ചപ്പോ ഞങ്ങള് മിൽഷേ പിന്നെ പാട്ട് മുട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എന്നിട്ട് എനിക്ക് മനസ്സിലാകുന്നത് അതിനെ മുട്ടറും അതിന് ഫാട്ടറും ഇതെന്താണ് ആ പുതിയതായിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന ഒരാൾക്ക് വെറുതെ ഡൂലിംഗോ നോക്കിയാൽ മനസ്സിലാവില്ല. കാരണം അതിലൊരു ബേസിക് അവര് പറഞ്ഞു നമ്മുടെ ഈ ബെസ്റ്റ് പറയുന്നില്ല അതില് സെന്റൻസ് മേക്കിംഗ് നല്ലൊരു അതിൽ ഇഷ്ടംപോലെ ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ നമ്മളിപ്പം ആ ടൈമിലൊക്കെ ആണെങ്കിൽ ഡുവലിംഗോ നല്ല ഒരു ഏറ്റവും ആവുന്ന ടൈമിൽ നോക്കിയാൽ നല്ല യൂസ്ഫുൾ ആണ്. പക്ഷെ അതിന് മുമ്പ് സ്റ്റാർട്ടേഴ്സ് ബിഗിനേഴ്സ് നല്ല ഡിഫിക്കൽട്ട് ആയി. ഞാൻ മറ്റേ പാസ്പോർട്ടിന്റെ ഒരു സംഭവം അവിടെ വരെ എത്തി. എനിക്ക് പിന്നെ ഒന്നും മനസ്സിലാവില്ല. സേവന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ഞാൻ ക്ലാസ്സിൽ വന്നിട്ടില്ല. അതിനു മുമ്പ് വന്ന് ഇന്നപ്പോഴുള്ള ഞാൻ ഏവണ്ടിന്ന് നോക്കി, പിന്നെ എനിക്ക് ഒന്നും മനസ്സിലായില്ല, നിർത്തി. പിന്നെ ഒരു B1 ആയപ്പോ നോക്കി. അപ്പൊ ഞാൻ ഒരു 70 ഡേയ്സോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തായിരുന്നു. നല്ല ഹെൽപ്ഫുൾ ആണ്. ഈ ടൈമില് നല്ല ഞാനും നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മ ബേസ് ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് പഠിക്കാൻ നല്ലതാണ്. നല്ല ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ വേറെ ടൈപ്പില് പറയാം, എങ്ങനെ പറയാം, അതൊക്കെ അല്ല നമ്മളിപ്പോ സാധാരണ പഠിക്കുമ്പോഴും ഓൾട്ടർനേറ്റീവ് വേർഡ്സ് ഉണ്ടെങ്കിൽ അതിന് അത്രയും നല്ലൊരു വാല്യൂ ഉണ്ട്. മാർക്ക് വാല്യൂ ഇപ്പൊ നമ്മള് ഒരു ഗ്രാമർ പോർഷൻ നമ്മൾ യൂസ് ചെയ്തെങ്കിൽ പിന്നെ ഉള്ള ഒരു സെന്റൻസിന് അത് വേറെ രീതിക്ക് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും മീൻസ് എന്താ പറയാ റിപ്പീറ്റേഷൻ യൂസ് ചെയ്യണത് കുറച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങള് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതുക. ഈ ജർമ്മൻ പഠിച്ചിട്ട് ഇംഗ്ലീഷ് വായിക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോന്നോ? ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനൊരു പുതിയൊരു വേർഡ് കാണണേ, ഞാൻ ഇതിലിട്ടും എന്റെ ഇതിൽ കണ്ടിട്ടില്ല, നമ്മള് വായിച്ചിട്ടില്ലാത്തൊരു വേർഡ്, ഞാൻ അത് കറക്റ്റ് ഡോയിഷിലേ പറയുള്ളൂ. സിമ്പിൾ വേർഡ്സ് നമ്മൾ എന്ന് യൂസ് ചെയ്യുന്ന ഇപ്പൊ ഓട്ടോ സ്റ്റാൻഡ്, ഔട്ടോ ഇപ്പൊ ഞാൻ പറയട്ടെ എന്നുള്ള വേർഡില്ലേ നമ്മള് എ എന്ന് പ്രൊനൗൺസ് ചെയ്യും. ആ ഒരു പ്രൊനൗൺസിയേഷൻ ഞാൻ ചിലപ്പോ ലൈവ് എന്നൊക്കെ പറയില്ലേ നമ്മള്, അത് ഞാൻ ലീവ് തന്നെ എനിക്ക് ഈ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട്. ടൈപ്പ് ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ ആവശ്യമില്ലാത്തടത്തല്ല എനിക്ക് അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലേ, ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് ജർമ്മൻ ആണ് എഴുതേണ്ടത്. എപ്പോഴും അതിനെതിരെ FRND കഴിക്കും. അപ്പൊ ഒന്നുമില്ലല്ലോ, വെറുതെ പൊട്ടത്തിന് നാട്ടുകാർ വിചാരിക്കും ഇവർക്ക് ഇംഗ്ലീഷും അറിയത്തില്ല. നമ്മുടെ പേരൻസ് ആണെങ്കിലും ഈ സെന്റൻസ് ഒന്ന് വായിച്ച് നമ്മള് വായിക്കുമ്പോ അതല്ല വായിക്കണം, എല്ലാം പോയോ. പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട് ഇപ്പൊ വല്ല ഷോപ്പിലൊക്കെ പോയിട്ട് ഞാൻ പറയട്ടെ, നമ്മള് റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് ഓർഡർ ചെയ്യത്തില്ലേ, നമ്മള് വായിക്കണ ആ വേർഡ് വേറെയാണ്. നമ്മള് ഇംഗ്ലീഷ് അല്ല വായിക്കുന്നത്, നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. പ്രൊനൗൺസ് ചെയ്യുന്നത് അത് കൊറേ ഇതുണ്ട്. ഇപ്പൊ നമ്മള് റോഡിലൂടെ പോകുമ്പോ കടയുടെ ഷോപ്പിന്റെ പേര് ഞാൻ പറയട്ടെ, നമ്മളുടെ ഇവിടെ ഇപ്പൊ ഈ ഒരു വെയില് പോകൂലേ, അപ്പൊ കൊറേ ഡോയിഷ് കമ്പനീസ് ഉണ്ട്. ബോഷ്, പിന്നെ അതൊക്കെ ഉണ്ട്. ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിന്റെ പേരാണ് യെസ്മാർക്ക്. അതിന്റെ താഴെ ഔട്ടോ ഉണ്ടർനെയിം. അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഉണ്ടർനെയിം. ഞാൻ കൊറേ നാളായി നോക്കുന്നേ. മീൻസ് നമ്മളുടെ
ജർമ്മൻ ഫ്ലാഗിന്റെ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഷാനോട് പറഞ്ഞു, ഷാന ഇത് നമ്മുടെ ജർമ്മൻ ഫ്ലാഗ് അല്ലേ, ഇത് ജർമ്മൻ റിലേറ്റഡ് കമ്പനി ആണോ കണ്ടിട്ടില്ലായിരുന്നു. അത് ഡോയിഷ് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്ര വിസിബിൾ അല്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം ഇവള് പോയപ്പോ പറഞ്ഞു ഇതാണ് സംഭവം. നമ്മൾ ആ സമയത്ത് ഉണ്ടർനേമൻ എന്താണെന്ന് അറിയില്ല. ഉണ്ടർനേമൻ നമ്മൾ വിചാരിക്കണ EN ലാസ്റ്റ് വന്നത് എല്ലാം വെറുബ് രീതിയിലാണ്. ഫസ്റ്റ് തന്നെ എല്ലാം പഠിപ്പിക്കുന്നില്ലല്ലോ. പിന്നെയാണ് മനസ്സിലായത് ഈ കമ്പനീനെ ഫിർമേന ഉണ്ടർനേമനൊന്നും പറയുമെന്നും പിന്നെയാണ് മനസ്സിലായത്. പിന്നെ മനസ്സിലായി. പിന്നെ കാണാൻ നേരത്തെ നമ്മള് ഫർണിച്ചർ കടയിൽ ചെന്നാലും AC ഒക്കെ ബോഷ് എന്ന് പറഞ്ഞൊരു AC കമ്പനി, അതിലൊക്കെ താഴെ ക്ലീൻ ലാഗെന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നമ്മളിവിടെ കാണത്തില്ലല്ലോ ജർമ്മൻ, അതുപോലെ സാധാരണ കാണുന്നവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ അവര് നമ്മളോട് ചോദിക്കും. പപ്പ ഇപ്പം എന്റെ പേരൻസ് ഒക്കെ തന്നെയാണെങ്കിൽ അത് കാണുമ്പോ ആ ജർമ്മൻ അല്ല അതെങ്ങനെയാ പറയുന്നത്, അതിന്റെ മീനിങ് എന്താ, അവർക്ക് ചോദിക്കാൻ തന്നെ ഒരു നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഹാപ്പിനെസ് നമുക്ക് പറയാനറിയാവില്ല. അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ കുറച്ച് ഫിലിംസ് ഒക്കെ കാണാൻ നേരത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു ഫിലിമാ കനഹസിംഹാസനം, അതില് ഇവര് സംസാരിക്കാൻ നേരത്ത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ജർമ്മനിൽ സംസാരിച്ചാലോ എന്ന് സംസാരിച്ചിട്ട് ഇച്ചിരി പറയുള്ളൂ. പക്ഷെ അത് ഞാൻ ഇങ്ങനെ ഒരു വട്ടം ആ ഫിലിം കണ്ടപ്പോഴല്ല, ഇങ്ങനെ കുറച്ച് ബൈറ്റ് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് അത് കണ്ടപ്പോ ഇത് അതുപോലെ തന്നെ മറ്റൊരു വേറൊരു ഫിലിം ഉണ്ടല്ലോ ഫഹദ് ഫാസിലിന്റെ എന്തായാലും ഞാൻ പ്രകാശ്, അതിലപ്പോ അവരിങ്ങനെ സംസാരിക്കാൻ നേരത്തെ അയ്യോ നമ്മള് പഠിക്കുന്ന ജർമ്മൻ ഇത്ര വലിയ ഇതാണോ, അങ്ങനത്തെ ഒരു സീനായിരുന്നു ഞാൻ. അത് ആ ടൈമിൽ അത്രയും പോപ്പുലർ അല്ല. ഈ കൊറോണയും കോവിഡിന് മുന്നേ ഒന്നും അത്ര ഇല്ലായിരുന്നു. +2 കഴിഞ്ഞപ്പോ അത് നല്ലതായിട്ട് അറിയാൻ തുടങ്ങി എല്ലാരും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ +2 കഴിഞ്ഞപ്പോ തന്നെ കേറാൻ പറ്റില്ല. ഞങ്ങള് ഡിഗ്രി കഴിയണതിന് മുമ്പേ ഇത് സെറ്റായി വന്നിരുന്നു. മീൻസ് പുറത്ത് പോയി ഇങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ UK കാനഡ അതൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല. സംഭവമുണ്ട് ഉണ്ടെന്നറിയാം, പക്ഷെ വേറെ രീതിയിലൊക്കെ അറിഞ്ഞത്. ഇങ്ങനെ അവിടെ ഫാമിലി വേണം, ഒരു ഫാമിലി വേണം. ഇപ്പൊ നമ്മൾ അതാണ് എനിക്ക് അറിഞ്ഞത്. അല്ലാതെ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ജോലി കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ പോകുന്നത് അറിയായിരുന്നു. ടൈമില് ഇതുണ്ടായിരുന്നു. നമ്മുടെ എന്ന് പറഞ്ഞ അബ്രോഡ് സ്റ്റഡീസ് ഭയങ്കര ആർക്കും അഫോർഡബിൾ അല്ല, ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം, നല്ല എമൗണ്ട് ആവും, അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു. ഇങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ജർമ്മൻ മാത്രമല്ല, ഇപ്പൊ കൊറേ സ്പെയിനൊക്കെ എവിടെയൊക്കെയോ ഇങ്ങനെ ഫ്രീ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം വരുന്നുണ്ട്. മാത്രമല്ലല്ലോ നമുക്കൊരു എമൗണ്ട് ഇങ്ങോട്ട് തന്നെ നമുക്ക് പഠിക്കുന്നതും പോകുന്നതുമായിട്ടുള്ള ചെലവല്ലേ ഉള്ളൂ. പക്ഷെ ടോട്ടലി വേർത്താണ്. നമ്മള് ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ അത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഒരു ഇതുപോലെ ഇരിക്കും. നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ആക്ഷൻസ് എന്താ പറയാ, അതിന്റേതായ ഗുണങ്ങളേ ഉള്ളൂ. 1 year നിന്ന് കഴിയുമ്പോ പിന്നെ നമുക്ക് 3 years നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു ഇയർ നമ്മൾ എന്താ പറയാ വർക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ PR കിട്ടും. അവിടെ നെസസിറ്റി ഉണ്ട് ഭയങ്കര. മീൻസ് നമ്മുടെ കുട്ടികളുടെ മീൻസ് സ്റ്റുഡൻസിന്റെ അവർക്ക് നല്ല ആവശ്യമുണ്ട്, നല്ല വേക്കൻസി ഉണ്ട്. ഇപ്പൊ പോയാൽ നമുക്ക് സെറ്റ് ആയിരിക്കും. ഇപ്പൊ സ്കൂളിലും അതുകൊണ്ട് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കസിന്റെ വീട്ടിൽ ചെന്നപ്പോ അവര് പറയുന്നുണ്ടായിരുന്നു, അവിടെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യണുണ്ട്, ജർമ്മൻ പഠിക്കാൻ താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ മമ്മിയുടെ സ്കൂളിൽ അത് ഇവിടെ തന്നെ കളമശ്ശേരിയില. അവിടെ 8ാം ക്ലാസ് തൊട്ട് തന്നെ ഇപ്പം പുതിയ പുറത്തുള്ള ലാംഗ്വേജ് ഫ്രഞ്ച്, സ്പാനിഷ്, ഇത് ജർമ്മൻ തന്നെ. അവിടെ അപ്പൊ അവര് ന്യൂസ് പേപ്പറിൽ ഇട്ടിട്ടുണ്ട് ജർമ്മൻ ടീച്ചേഴ്സിന് ആവശ്യമാണെന്ന് പറഞ്ഞ്. നമുക്കൊരു കാര്യം നോക്കിയാലേ നൈസായിട്ട് ഇത് കഴിഞ്ഞ് എന്തോ വെറുതെ ഇരിക്കണ്ടല്ലോ. C1 ലെവലിൽ പാസ് ആവേണ്ടി വരും. കുട്ടികളായിരിക്കൂല പഠിപ്പിക്കുന്നത്, A1 ബേസ് ആയിരിക്കൂലേ ബേസ് പഠിപ്പിച്ചു കൊടുക്കാൻ തുടക്കമല്ലേ. 8, 9, 10 വരെ ഉള്ളൂ, +1 +2 ഇല്ല. അപ്പം 8, 9, 10 വരെ നോക്കുമ്പോ നമുക്ക്
ബീച്ച് സർട്ടിഫിക്കറ്റ് മതി അതെ ഒരു കൈ അല്ലെന്നുണ്ടെങ്കിൽ അത് പാടായിരിക്കും. ചിലപ്പോ C1C2 ഒക്കെ ആണോ. C1C2 ആണെങ്കിൽ നമുക്ക് ഇത്തിരി ടഫായിരിക്കും. അത് കുറച്ചും കൂടെ ലോക്കൽ ലാംഗ്വേജിലേക്ക് ആണോ? ലിറ്ററേച്ചർ ആണോ? ലിറ്ററേച്ചർ ടൈപ്പിലാ കൂടുതലും ഓ, വരുന്നത്. ഞാൻ സാധാരണ വിചാരിച്ചത് നേരെ നമ്മുടെ തിരിച്ചതാ. സാധാരണ ഞാൻ തിരിച്ചാണ് വിചാരിച്ചത്. അല്ലല്ല. ഇച്ചിരി ഡീപ്പായിട്ട് നമ്മളൊരു ബുക്ക് എടുത്തിട്ട് അതിനെ സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കി അങ്ങനെ അത് പഠിക്കും. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പഠിക്കാൻ പറ്റില്ല. അപ്പോഴാണ് അതും കൊറേ തന്നെ പഠിക്കണം, നമ്മൾ തന്നെ റിസർച്ച് ചെയ്യണം. Research. No. ഇവിടെ ഇപ്പൊ ഒരാള് പറഞ്ഞു തന്നിട്ട് തന്നെ പഠിക്കാൻ പറ്റണില്ല. അതെ. അപ്പൊ പിന്നെ C1C2 കാര്യം പറയണോ? അതീ പറയണ്ട, ആരും ഒന്നും അറിയണ്ട. നിങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്തായിരുന്നു? ഇല്ല ഇല്ല ഇല്ല, എടുക്കണം. എപ്പോഴേ എടുത്തോ എങ്കിലും അപ്പോഴേ കിട്ടുള്ളൂ. ഞാൻ നോക്കിയതാ കൊറേ, ബട്ട് കിട്ടുന്നില്ലല്ലോ ഇപ്പം. പെട്ടെന്നാ സീറ്റ് ബുക്ക് ആവുന്നേ. നമ്മളാ സൈറ്റിൽ കയറുമ്പോ തന്നെ പെട്ടെന്ന് നമ്മളപ്പം ഏജന്റിനെ കണ്ടുപിടിച്ച് ഒന്നല്ലെങ്കിൽ അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചി മെയിൽ ത്രൂ അയക്കണ കൊറേ സെന്റേഴ്സ് ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ ആണെങ്കിലും നമുക്ക് മെയിൽ അയച്ച് സീറ്റ് അതിപ്പോ 11 മണി എന്ന് പറയുമ്പോ കൃത്യം 11 മണിക്ക് അഴക്കാം. 11 ആണെങ്കിൽ ചിലപ്പോ ഭാഗ്യവശാ കിട്ടിയാ കിട്ടി. എനിക്ക് വന്നതെന്ന് പറഞ്ഞാ എനിക്ക് 1-ാം തീയതി മെയിൽ ചെയ്തു. നമ്മൾ മെയ് 1 ചെയ്തു. മെയ് 10 റിപ്ലൈ മെയിൽ വരേണ്ടത്. എനിക്ക് വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് വരത്തില്ല എന്ന് വിചാരിച്ചു. പിന്നെ വന്നത് മെയ് 15 എനിക്ക് വന്നിട്ട് പറഞ്ഞു അടുത്ത വന്ന 23 എക്സാം ആണ്, രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചെയ്തു. 1 വീക്ക് ഗ്യാപ്പിൽ ഞാൻ എടുക്കണോ വേണ്ട. അത് സ്പ്രെഹൻ ഞാൻ പറയട്ടെ, ഷ്രൈവനാണെങ്കിൽ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകാം. സ്പ്രെഷൻ എടുക്കണമെങ്കിൽ എന്താ പറയണ്ട, ആ സമയത്ത് നമ്മളിവിടെ ഡിസ്കഷൻ തുടങ്ങിയിട്ടില്ല. ഞാൻ എടുക്കുന്ന സമയത്ത് തുടങ്ങിയിട്ടില്ല. നമുക്ക് ടൈം ഉണ്ടല്ലോ, പഠിച്ച് തീരാൻ ടൈം ഉണ്ടല്ലോ, കോഴ്സിന് ടൈം ഉണ്ട്. എടുക്കണോ വേണ്ടെന്ന് വിചാരിച്ചപ്പോ മനോജ് നമ്മളോട് പറഞ്ഞു, നമ്മളോടല്ല കേട്ടോ, എന്നോട് പറഞ്ഞ് ജസ്റ്റ് എടുത്ത് നോക്ക്, ഒരു എക്സ്പീരിയൻസ് കിട്ടട്ടെ. അങ്ങനെ എടുത്ത് ജയിച്ചു. അത് പക്ഷേ ബേസിസ് ഉണ്ട്. മീൻസ് ഒരു 90% എന്റെ എഫേർട്ട് ഞാൻ ഇട്ടെങ്കിൽ 10% അല്ല ലക്ക്. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്ക് ഗബ്രോയിറ്റ് പ്രൊഡക്റ്റ് കൗഫനായിരുന്നു. പിന്നെ എന്റെ ടോപ്പിക് അതായിരുന്നു, തേമ പ്രസന്റേഷന്റെ. പിന്നെ എന്റെ പാർട്ട്ണർ അത്യാവശ്യം എന്നിട്ട് നിക്കുന്നതായിരുന്നു. നല്ല ഒരു പാർട്ട്ണറായിരുന്നു, പറയുന്നൊരു പാർട്ട്ണറായിരുന്നു. ചില പാർട്ട്നേഴ്സ് മിണ്ടില്ല. ഞാൻ പറയട്ടെ, എന്റെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പോയി പറഞ്ഞപ്പോ അവൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ആ പാർട്ട്ണർ നല്ല ബാഡ് ആയിട്ടാണ്. അപ്പൊ ആ ഒരു പാർട്ട്ണറിന്റെ ആ ഒരു സൈലൻസ് നമ്മളുടെ മാർക്കിൽ എഫക്ട് ചെയ്യും. കാരണം നമ്മൾ എത്രത്തോളം എത്രത്തോളം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് സാധാരണ ഒരു ഡിസ്കഷൻ നടത്തുന്ന പോലെ പറ്റത്തില്ല. ഡിബേറ്റിൽ ഒരാള് മാത്രം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം, ഒരു രസം ഉണ്ടാവില്ല. നമ്മുടെ സ്റ്റാൻഡ് പറയുമ്പോ എതിർക്കാൻ ആരെങ്കിലും വേണം. അതിപ്പോ രണ്ടുപേരും ആ ക്ലാസ്സിലിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വേറെ ആരോട് സംസാരിച്ച് ഡിബേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് രണ്ടുപേരുള്ള ഒരു എക്സാം സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേറെ ഒരു വേയും ഇല്ല നമുക്ക് ചെയ്യാൻ. പിന്നെ നമ്മുടെ പോയിന്റ് നമ്മൾ മാക്സിമം പറഞ്ഞ് നിക്കുക. പക്ഷെ എത്രത്തോളം നമ്മൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കും, അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. മീൻസ് അറിയില്ലെങ്കിലും ആ കുട്ടിക്ക് മാർക്ക് പോവാതിരിക്കാൻ നോക്കുക, മനസ്സിലായി. എന്റെ ഒരു കൺസേൺ അതായിരുന്നു. ഇപ്പൊ എക്സാം എടുത്ത സമയത്തും എന്റെ ഒരു കൺസേൺ അതായിരുന്നു. എന്നെ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഇങ്ങനെ വേണ്ടി മാത്രമേ പോയത്. ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു, പക്ഷെ എന്റെ ഒരു ഞാൻ തേമ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തു. ഡിസ്കഷൻ എനിക്ക് അറിയില്ല എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ഞാൻ ഒരു വട്ടം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്റെ ഒരു പാർട്ട്ണറിന് ഞാൻ കാരണം മാർക്ക് പോവരുത്, എന്റെ മൈൻഡ് അതായിരുന്നു. പക്ഷെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് സെറ്റായിരുന്നു. എനിക്ക് കിട്ടിയത് സോഷ്യൽ മീഡിയയില് ആൾക്കാര് ആക്റ്റീവ് ആകണമെന്ന്. അതൊരു നല്ലൊരു ഡിസ്കഷൻ ടോപ്പിക് ആയത് കാരണം എനിക്ക് പറയാൻ പറ്റി. അങ്ങനെ ആൾക്കാർ പറഞ്ഞാലും ഞാൻ പറയട്ടെ, ഇപ്പൊ ഫുള്ളി നമുക്ക് മനസ്സിലാവണം. നമ്മൾ അത്ര അടിപൊളിയായിട്ട് ചോദിച്ചു പറയുന്ന എക്സ്പേർട്ട് അല്ല, സത്യമായിട്ട് അല്ല. എവിടെന്നെങ്കിലും ഒരു തുമ്പ് കിട്ടും, ആ തുമ്പിലായിരിക്കും നമ്മൾ പിടിച്ചു കയറുന്നത്. പറയണത് ഒട്ടും മനസ്സിലാവാതെ ഇരിക്കില്ലല്ലോ. ബീറ്റ് വരെ എത്തിയത് കാരണം നമ്മളുടെ മലയാളികളാണെങ്കിൽ ഓക്കെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവരുടെ ഔഷ്പ്രാഹയും നമ്മളുടെ ഔഷ്പ്രാഹയൊക്കെ ഏകദേശം സെയിം ആണ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം കുറച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ള ഔഷ്പ്രാഹ്യം പഠിപ്പിക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ പഠിക്കുന്നുള്ളത് കാരണം
നമുക്ക് മനസ്സിലാകും അവരെന്താ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയട്ടെ, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലവരുടെ അനുഭവം എന്ന് പറയാലോ ഒന്നും മനസ്സിലാവില്ല. മനസ്സിലാവാറില്ല. അപ്പോഴൊക്കെ നമ്മൾ പെട്ടുപോകും. മീൻസ് അവരുടെ ഉഷ്പ്രാഹ്യ വേറെ. അതിപ്പോ നമ്മള് പറഞ്ഞില്ലേ, നമ്മള് മലയാളം പറയുന്നത് പോലെ അതുപോലെ ഹിന്ദി പോലെ മലയാളത്തിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ എന്തോരം സ്ലാങ്, ഇഷ്ടം പോലെ സ്ലാങ്. നമുക്ക് എല്ലാം തന്നെ മനസ്സിലാവാറില്ല. അത് പറയണത് നമുക്ക് മനസ്സിലാവത്തില്ല. ചില സമയത്ത് ഇങ്ങനെ കേട്ടിരിക്കണം, ഭയങ്കരമായിട്ട് കേട്ടിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം എന്താ പറയണേ. പക്ഷെ ക്ലിയർ ആകും. ശ്രദ്ധിച്ചിരുന്ന അവനെ കൊണ്ട് രണ്ടാമതും മൂന്നാമതും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആവും. നമുക്കിപ്പോ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എത്ര വട്ടം ചോദിക്കുന്ന പോലെ രണ്ട് തവണ 3 തവണ പിന്നെ ആക്ഷൻ കാണിക്കേണ്ടി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. പക്ഷെ അങ്ങനെയൊക്കെ പോയാൽ മാർക്ക് അങ്ങനെ എന്തായിരുന്നു എത്രയും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ട് പോവാന്ന് തന്നെ. മാക്സിമം ലക്ക് ഉണ്ട്. നമുക്ക് ടോപ്പിക്ക് സത്യം പറഞ്ഞാൽ ഏതാ ടോപ്പിക്ക് വരുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒരു വിവരം ഇല്ലാത്ത ടോപ്പിക്കിനെ കുറിച്ചാ കിട്ടാന്ന് വെച്ചാൽ ശരി. കുറച്ച് ജനറൽ നോളജ് യൂസ് ചെയ്യേണ്ട ടോപ്പിക് ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഇത് നമ്മളുടെ മോഡൽ എക്സാമിന് ഏതായിരുന്നു? പൊളിറ്റീഷ്യൻസ് എൻഗേജ്മെന്റ് ബൈ യുങ്ങലിഷം. അതുപോലെ സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ ടോപ്പിക് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമുക്കൊരു ഐഡിയ ഇല്ലാത്തൊരു ടോപ്പിക് കിട്ടിയാ ഇതിലൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനെയും പ്രിപ്പയർ ചെയ്യണം എന്നാ ഇപ്പൊ പറയുന്നത്. നേരത്തെ കൊടുത്ത ടോപ്പിക്ക് തന്നെ എപ്പോഴും കിട്ടണമെന്നൊന്നും ഇല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളെ എവിടെയെങ്കിലും സെന്റേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ നിക്കാം, മീൻസ് ഡേറ്റ് കിട്ടിയിട്ട് നിക്കാന്ന് വിചാരിക്കും. അപ്പം അവിടെ റീസെന്റ് ആയിട്ട് നോക്കിയ കോഡ്സ് മീൻസ് വന്ന സാധനങ്ങള് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊറേ തേമ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയട്ടെ, കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ കുറച്ച് റീസെന്റ് ആയിട്ട് ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ എംബ്രോയിഡറി പ്രൊഡക്റ്റ്, ഫിറ്റ് ബ്ലൈബർ, കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ടോപ്പിക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകും. കുറച്ച് ടോപ്പിക്കുകളല്ല, ഒരു 50 ടോപ്പിക്കുകൾ ഉണ്ടാവും. ആ ടോപ്പിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാ. പിന്നെ ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം വേറെ തേമ നോക്കാം. അത് നമ്മളെ ഫ്യൂച്ചറിന് വേണ്ടി മാത്രം പോസിബിലിറ്റീസ് മാത്രം B1 വെച്ച് നോക്കാൻ നേരത്തെ B2 ഭയങ്കര ഈസിയാ. എന്താ പറയാ, നമ്മളുടെ തേമ പറയണെങ്കിലും മ്യോഗ്ലിഷ്കായിട്ട് പറഞ്ഞാൽ മതി ഇല്ലേ. മറ്റേതെന്ന് വെച്ചാൽ നമ്മള് നാട്ടായിട്ട് 4 ടൈം എല്ലാം കാണുന്നത് 3 എണ്ണം. എനിക്ക് പേഴ്സണലി അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയാണ്. B2 നല്ല ഒരു ഇതാണ്. ഡിസ്കഷൻ ആണെങ്കിലും അപ്പുറത്തേക്ക് പറയാം, അത്ര ഉണ്ടായിരുന്നുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മള് ഡിസ്കഷൻ ചെയ്യാം, നമ്മളായിട്ട് എന്തൊക്കെ കണ്ടുപിടിച്ചിട്ട് പറയാം. അതൊക്കെ ഒരു ഒത്തിരി ഇതായിരുന്നു. B1 ചിലപ്പോ നമ്മള് അവിടെയാണല്ലോ നമ്മള് നമ്മളുടെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെച്ചാണ് ശരിക്കും ഒരു പ്രോപ്പർ ആയിട്ട് കിട്ടി തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോ അതിന്റേതായ ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫേസ് ചെയ്യേണ്ട പക്ഷെ എല്ലാം കൊണ്ടും B1 അടിപൊളി. നല്ലായിരുന്നു. അതുപോലെ നമുക്ക് A1A2 പോയി എന്നിരുന്നാൽ കൊള്ളാനും. എനിക്കങ്ങനെ തോന്നാറുണ്ട് ഇടയ്ക്ക്. സാറ് B2 ഇങ്ങനെ ചെറിയ ചെറിയ വല്ല ടോപ്പിക് ഉണ്ടെങ്കിൽ പഠിക്കാൻ നേരത്ത് അയ്യോ എനിക്കെന്താ A1 പോയി ഇൻട്രൊഡക്ഷൻ പറയുക, എന്തെങ്കിലും ഒരു ചെറിയ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്ത് ഈസി ആയിരുന്നു. ഇപ്പൊ അതിനാ നമ്മള് വലിയ പാരഗ്രാഫ് കണക്കിന് പറയുന്നത്. നമുക്ക് ഞാൻ പറയട്ടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ അറിയില്ലെങ്കിലും അത് അറിയില്ല എന്ന് പറയണത് ചിത്രമൊക്കെ പറയാ. അറിയില്ല ഇഷ്മൈസിന് ഇഷ്ടം പറയാതെ എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല എങ്കിൽ കൂടെ അങ്ങനെ അറിയാം ഇതറിയാം മാത്രമേ അറിയുള്ളൂ. അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാം. അല്ലാതെ മിണ്ടാതെ ഇരുന്ന അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞു പോകരുത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും മാർക്ക് കിട്ടൂല. ഇതിലാണെങ്കിൽ കുറച്ച് ഹോപ്പ് ഉണ്ട് നമുക്ക് കിട്ടാൻ. ഒരു 5 മാർക്കിന്റെ ആണെങ്കിൽ ഒരു 2.5 ചിലപ്പോ കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നും കിട്ടൂല, ചുമ്മാ പറഞ്ഞതാ. എന്നാലും ഒന്നും കിട്ടാതിരിക്കണേലും നല്ലതല്ലേ. എന്തെങ്കിലുമൊക്കെ കിട്ടും, എന്തെങ്കിലുമൊക്കെ ഇട്ട് ചെറിയതായിട്ട് കിട്ടും. എന്ത് വേണം, നന്നായിട്ട് പഠിക്കണം. അതെ, എക്സാം പാസ് ആവണം, ഇന്റർവ്യൂ പാസ് ആവണം, വിസ പ്രോസസിങ് നോക്കണം.
എല്ലാം കഴിയുമ്പോ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. നല്ല നന്നായിട്ട് സിമ്പിളൊന്നുമല്ല. ഇപ്പൊ അവിടെ എത്തിപ്പെട്ട ഒരു വെറുതെ അതെ, വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മുടെ എമൗണ്ടിന്റെ ബേസ് ചെയ്തിട്ടല്ല, അവര് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് അവിടെ എത്തിക്കണം. അവരുടെ ടൈമും മണിയും എല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് അവിടെ ചെന്നിട്ടും അത് വേസ്റ്റ് ആയിട്ടും ഇല്ല. അതിപ്പോ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു എഫേർട്ട് കൊടുക്കണ്ടേ, കൊടുക്കണം. അല്ലാതെ വെറുതെ കിട്ടില്ലല്ലോ. ഇത് മാത്രല്ല എന്താണെങ്കിലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ലല്ലോ, നമുക്ക് നല്ലൊരു അവിടെ ചെന്നിട്ട് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയാണല്ലോ. അതെ, നമ്മളോട് ഇവിടുത്തെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറയുന്നത് നമുക്ക് അവിടെ പോയി ജീവിക്കേണ്ടതാണ്. ഒരു പേഴ്സണലി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് മലയാളീസ് നമ്മളിവിടെ നിന്നിട്ട് ഡോഷ് അടിച്ചിട്ട് എനിക്ക് ഒരു ഗുണം കിട്ടിയിട്ടില്ല സത്യം പറയാൻ. ഞാൻ പറയട്ടെ, ഒരു ഡോഷിലല്ല ഒരാളിവിടെ നമ്മളുടെ കൂടെ ഉണ്ട്, അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ നേരത്തായിരിക്കും അവരുടെ കൾച്ചർ കുറച്ചും കൂടെ അറിയണം. നമ്മളിപ്പോ നമ്മുടെ ഐൻലാൻഡ് കെനൻ ലേൺ ഇംഗ്ലീഷ് കാര്യം നമ്മൾ എന്തൊക്കെയാ പറയുന്നത്, അവിടുത്തെ ലോക്കൽസിനായിട്ട് നിക്കുക, അവിടെ ട്രാവൽ ചെയ്യുക. പിന്നെ ഇന്റർനെറ്റ് വേറൊരു ഓപ്ഷൻ. അപ്പോഴും വരുന്നത് അവിടെ ട്രാവൽ ചെയ്യുക, അവിടുത്തെ ലോക്കൽസിനായിട്ട് നിക്കുക, നേറ്റീവ്സിനായിട്ട് നിക്കുക. അപ്പം നമ്മൾ കുറച്ചും കൂടെ അറിയാൻ പറ്റും. നമ്മളിപ്പോ ഇവിടുന്ന് പഠിക്കുന്നതല്ല, കണ്ടു പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ കണ്ടുപഠിക്കുക, എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുക. എക്സ്പീരിയൻസ് വേണം ശരിക്കും. നമ്മൾ അതുപോലെ അന്ന് പോസ്റ്റ് ഓഫീസിൽ നമ്മളെ കൊണ്ടുപോയി. അല്ല, പോസ്റ്റ് ഓഫീസ് എന്തിന്, നമ്മൾക്ക് മറ്റേ NGS ഇല്ലേ, NGS നമ്മൾക്ക് ഡോംസ്ലാൻഡിലുള്ള ഒരു മാമ നമ്മളെ ക്ലാസ് എടുക്കുന്നത്. അത് ഭയങ്കര ഇപ്പൊ നമ്മള് ക്ലാസ് പഠിക്കുന്നത് എന്താ, എക്സാം ബേസ്ഡ് കുറച്ച് കാര്യങ്ങളായിരിക്കും. ഇപ്പൊ കാഷ്വൽ സ്പീക്കിംഗ് നമുക്ക് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സെഷൻ ഉള്ളതുകൊണ്ട് നമുക്കത് നല്ലോണം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കോപ്പായി പോകുന്നുണ്ട് നമുക്ക്. കാരണം അവിടെ എന്താണ് അവർ യൂസ് ചെയ്യണത്, കോമൺ ആയിട്ട് സംസാരിക്കുന്നത്. നമ്മളിപ്പോ പക്ക മലയാളത്തിലുള്ള ഒരു സെന്റൻസ് അതുപോലെ സംസാരിക്കുന്നത്. നമ്മള് കുറച്ച് ചുരുക്കി അല്ല പല വേർഡ്സ് നമ്മള് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചില്ലേ എന്ന്, നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ, നമ്മള് ഒഫീഷ്യല് പറയുന്നു, ഇൻഒഫീഷ്യല് പറയുന്നില്ല, നമ്മള് ഒഫീഷ്യലിൽ തന്നെ വലിച്ചു നീട്ടി മിനൂട്ടനും എല്ലാം വലിച്ചു നീട്ടി. നമ്മുടെ അടുത്ത നോർമൽ മലയാളത്തിൽ ഒരാൾ സമയം എത്രയാന്ന് വെച്ചാൽ ഇപ്പോൾ 3 മണി കഴിഞ്ഞ് 20 അങ്ങനൊന്നും പറയത്തില്ല. 3 മണിയാണെങ്കിൽ 3 മണി, അല്ലെങ്കിൽ 3:10 ആണെങ്കിൽ 3:10, അല്ലെങ്കിൽ 10 മണി മീൻസ് 10 മിനിറ്റ് ആയി 3 മണി കഴിഞ്ഞിട്ട് അങ്ങനെ പറയും. നമ്മൾ അതാണ് ഇൻഒഫീഷ്യലി യൂസ് ചെയ്യുന്നത്, 10 മിനിറ്റ് ആയി 3 മണി. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോ നമ്മൾ എന്തായാലും പഠിക്കില്ല. അതിപ്പം ഓരോ സ്ഥലത്തും അത് ഡിഫറെന്റ് ആയിരിക്കും. അത് മനസ്സിലാവണേ അവിടെ ഉള്ള ഒരാളുമായിട്ട് സംസാരിച്ചാലേ മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തണം. അതെ അതെ. ജർമ്മൻ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കൺട്രി, നല്ല സീനറീസ് ഉണ്ട്. സീനറി അല്ലെങ്കിൽ ജർമ്മനി പരിചയപ്പെടുത്തണോ കസ്റ്റമേഴ്സ്? അല്ല ഇപ്പം ജർമ്മൻ അറിയത്തില്ലാത്ത ഒരാള് അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ആരെങ്കിലും ഹലോ അല്ല അനൗൺസ്മെന്റ് മീൻസ് അതൊക്കെ ഭയങ്കര എന്താ പറയുക. അതുപോലെ നമ്മളിപ്പം നമ്മുടെ മെട്രോ സ്റ്റേഷനിലൊക്കെ പോകുമ്പോ അവർ അനൗൺസ് ചെയ്യുമ്പോ അയ്യോ ഇത് ജർമ്മനല്ലേ, ഇന്നലെ അവര് അവരുടെ സ്റ്റാഫിനെ വിളിക്കുക, ഇത് ഇംഗ്ലീഷാണോ ജർമ്മനാണോ മനസ്സിലാവില്ല. മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ അനൗൺസ്മെന്റ് അല്ലേ പല പ്രാവശ്യം ഇംഗ്ലീഷ് ആയിരിക്കും, പക്ഷെ നമ്മള് ജർമ്മനായിട്ടാണ് കേൾക്കുന്നത്. അതങ്ങനെ ഇപ്പൊ നമ്മള് സംസാരിക്കുന്നതിന് ഒരു ഗ്രൂപ്പിൽ ഇരിക്കാന്ന് വെച്ചോ, അവര് കുറച്ചുപേര് സംസാരിക്കും, നമ്മള് അതുപോലെ പുറത്തു പോയപ്പോ ഫോറിനറെ കണ്ട് ഇവര് ജർമ്മൻ ആണോ നമ്മുടെ ലെവൽ എവിടെ വരെ അവര് പറയുന്നതിൽ ഒരു വേർഡ് കേട്ടിട്ട് ജർമ്മനാണ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഭയങ്കര സന്തോഷം. ഈ ജർമ്മൻ എന്ന ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്, സംസാരിക്കാൻ നല്ല സൂപ്പറാ. ഞാൻ പറയട്ടെ, ഫ്രഞ്ച് നല്ലൊരു ഭാഷയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ല ഒരു ഫ്ലോ ഉണ്ട്. അതുപോലെ ആ ഒരു ഇഷ്ടത്തോടെ പഠിച്ച ആ ലാംഗ്വേജ് കുറച്ചുകൂടി ഈസിയാണ്. അല്ലാതെ എനിക്ക് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് കണ്ടുപഠിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. ഒരു നല്ല ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കാണും, അതൊരു ഇഷ്ടം കൊണ്ടല്ലേ, ആ ഒരു ഇഷ്ടത്തോടെ ജർമ്മൻ പഠിച്ചാൽ നല്ലതാ. അതൊക്കെ നമ്മളുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്തേക്കാം, മാക്സിമം യൂസ് ചെയ്യാം.
ഇപ്പൊ എല്ലാവർക്കും മൂവീസ് കാണാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പം നമ്മളിപ്പോ മലയാളത്തിൽ തന്നെ എന്തോരം കോമഡി ഫിലിം ഒക്കെ ഉണ്ട്, അതൊക്കെ ജർമ്മനിലേക്ക് അതിനേലും കോമഡി. ഞാനൊരു പാട്ടൊക്കെ ഒന്ന് പാടിക്കൊന്നില്ലേ? അല്ല പാടാനില്ല, അല്ല ഞാൻ അങ്ങനെ പാട്ടൊക്കെ പാടിയെന്ന് പറയണേ. ഞാൻ അതൊക്കെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഈ വേർഡ് വെച്ച് നമുക്ക് ഇത് ചെയ്യാം എന്നുള്ള പുതിയ പുതിയ വേർഡ്സ് അതിനെന്താ പറയാ ഡയലോഗ് തന്നെ നമ്മള് വീഡിയോ ഒക്കെ വേണ്ടിട്ട് എഴുതി ടു കൺട്രീസിലെ അത് പക്ഷെ ഒത്തിരി പണിയായിരുന്നു. ബട്ട് അത് നമുക്ക് മാറ്റിയെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ല കോമഡിയാണ് ഓൾറെഡി അത് ജർമ്മനി. അങ്ങനെ ഒരു രസത്തോടെ പഠിക്കുമ്പോ നല്ല രസമായിരിക്കും. അല്ലാതെ ഇതെല്ലാം ഞാൻ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് കരുതരുത്. അതെ, എല്ലാം യൂസ് ചെയ്യേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ച് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഹെൽപ്ഫുള്ളിന് വേണ്ടിട്ടാണ്. പിന്നെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക വീട്ടിൽ തന്നെ മമ്മി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടൊരു അങ്ങനെയൊക്കെ പറയുമ്പോ അപ്പൊ അവർക്കും അതായത് ഞാൻ പറയട്ടെ താങ്ക് യു എന്ന് നമ്മൾ പറയുന്നില്ല. അതുപോലെ ഇത് പറ്റുന്ന എപ്പോഴാണെന്നറിയോ? നമ്മുടെ ഫ്രണ്ട്സിനെ നോർമലി വിളിക്കും, നമ്മൾ അറിയാതായിരിക്കും ജർമ്മൻ വേർഡ് യൂസ് ചെയ്യുന്നത്. അവര് വിചാരിക്കും ഓ നീ ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ സ്വഭാവം. ഫസ്റ്റ് വണ്ണൊക്കെ തുടങ്ങിയ സമയത്ത് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഗ്രൂപ്പില് ഓരോന്ന് ജർമ്മനില് അവർക്ക് അറിയില്ല, അവര് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടല്ലേ വരുള്ളൂ. നമ്മൾ തന്നെ ഇപ്പൊ താങ്ക് യു എന്ന് പറയുന്നത് ഭയങ്കര കുറവാ. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിട്ട് ഫ്രണ്ട്സിനെ വിളിക്കുമ്പോ നമ്മൾ അറിയാതെ പറഞ്ഞു. അപ്പൊ അവര് വിചാരിക്കും ഓ നിനക്ക് ചാടാ. നല്ല എന്താ പറയാ, അവർക്കറിയില്ലല്ലോ, ഫ്രണ്ട്സിന് അറിയില്ലല്ലോ. നമുക്കൊരു ഇതാണ് അവര് എന്താ ഇത് ഇല്ല. എന്റെ ഒരു ഫ്രണ്ട് ഞാൻ ഇടക്കിടക്ക് ഡാങ്കാന്ന് പറയാറുണ്ട്. ഡാങ്കി അറിയില്ലല്ലോ, നമ്മള് ചിലപ്പോ ടൈപ്പ് ചെയ്തായിരിക്കും. ഇംഗ്ലീഷ് വെച്ച ഒരു ദിവസം നമ്മളുടെ ഒരു ഫ്രണ്ടിനായിട്ട് നമ്മള് ഇങ്ങനെ ഡോയിഷ് എഴുതി വെച്ചത് വായിക്കാൻ പറഞ്ഞു. അവള് ഇയറത്തിന് ഇഹ്റം ഇഷിനെ വേറെ എച്ച് പ്രൊനൗൺസ് ചെയ്ത് അതുപോലെ ഈ ഓരോ അക്ഷരത്തിന്റെ മണ്ടയിൽ നിന്ന് കുത്തിടുന്നേ. അതെന്നെ മമ്മി എപ്പോഴും ചോദിക്കും. ഞാൻ സാധാരണ സ്പീക്കിംഗ് വീട്ടിൽ ചെയ്യുന്നത് മമ്മിയുടെ കൂട്ടത്തില്. മമ്മി ഇങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കും, ഞാൻ ഡോയിഷില് പറയും. അപ്പൊ ഇതൊന്ന് വായിച്ച് ഇതിന്റെ ഒന്ന് ചോദിച്ചേന്ന് പറയും. മമ്മി അതൊക്കെ ഇതെന്ത് വായിക്കുന്നത്, ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ പറയണ്ടേന്നൊക്കെ രീതിയില്ല. അയ്യോ അതെ. ആ ഒരു 3 വേർഡാണ് ഏറ്റവും പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. ആ സിംഗിൾ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ ഇച്ചിരി പാടാ. ഒരു വേർഡ് വരുമ്പോ പറയാനറിയാം, പ്രൊനൗൺസ് ചെയ്യാനറിയാം. ആ ആൽഫബറ്റ് ആയിട്ട് പറയുമ്പോ പ്രൊനൗൺസ് ചെയ്യാൻ മീൻസ് ആ ഇവിടെ ഉള്ളി എന്നൊക്കെ പറഞ്ഞ ശബ്ദം ഉള്ളി തന്നെ ഇങ്ങനെ നോക്കണം, ചുണ്ടൊക്കെ ഇങ്ങനെ വിടർത്തി താഴ്ത്തി. ആദ്യം പ്രോസസ് പഠിപ്പിച്ചപ്പോ ഇത് ഞാൻ എങ്ങനെ പറയാം, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പറഞ്ഞില്ലേ. അപ്പം എന്റെ ക്ലാസ്സിൽ ബാക്കി ഇരിക്കുന്നവരെല്ലാം ഓൾറെഡി പഠിച്ചതാ. അപ്പൊ മാം ഒരു സെന്റൻസ് എഴുതാൻ പറയുമ്പോ എല്ലാരും എഴുതുന്നു. എനിക്കിത് എന്താന്ന് അറിയത്തില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റത്തില്ല. പക്ഷെ ഒരു 1 വീക്ക് എടുത്തു, സെറ്റ് ആയി. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോണ ഒരുപാട് പേരുണ്ട്. അതെ അതെ, B1 വരെയൊക്കെ എത്തിയിട്ട് ഡ്രോപ്പ്. അതൊക്കെ ഭയങ്കര ഇതാ. ഞാൻ പറയട്ടെ, ഞാൻ ഷാനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞ കേസില്ലേ 1 സെന്റൻസ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി അത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അക്യുസാറ്റീവില് പഠിക്കണ സമയത്ത് നോമിനാറ്റീവ് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഏറ്റവും പ്രശ്നം ഡാറ്റീവ് ഒക്കെ പഠിപ്പിച്ചപ്പോ ബാക്കിയുള്ളവർ ഓൾറെഡി ഞാൻ പിന്നെ പുതുതായിട്ടാ വന്നത്, എനിക്ക് മാത്രം അറിയത്തില്ല. അപ്പൊ വിചാരിച്ചു എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല, ഇത് ലെവലായി പോവാൻ. പക്ഷെ നീ അത് ഓവർകം ചെയ്ത്. അതെ, അത് എന്താ മിസ് എനിക്ക് സെപ്പറേറ്റ് പറഞ്ഞു തന്നു. ആ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുമ്പോ ഞാൻ കൊറേ ഡൗട്ട് നിർത്താതെ ഡൗട്ട് ചോദിച്ച് ഓക്കെ. കാരണം നമുക്ക് അറിയത്തില്ലല്ലോ, നമുക്ക് ചോദിച്ചു ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടിട്ടാണല്ലോ നമ്മൾ. അല്ലേ ഞാൻ നാളെ അവിടെ പോയിട്ട് എന്നോട് ഒരാൾ പറയുന്ന മനസ്സിലാവത്തില്ല. ബിക്കോസ് എന്റെ ഫ്രണ്ട്സ് ആരുമില്ല, എനിക്ക് അവിടെ പറയാൻ വേറെ ലാംഗ്വേജ് ഇല്ല. അപ്പം നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ വേണം. അതോർത്ത് പഠിക്കുക, അല്ലാണ്ട് എക്സാം പാസ് ആവണം, ഇന്റർവ്യൂ പാസ് ആവണം, അതല്ല നമ്മുടെ മൈൻഡ് വരേണ്ടത്. നമ്മളവിടെ സ്ട്രഗിൾ ചെയ്യരുത്. ഡോയ്ച്ച്ലാൻഡിൽ പോയിട്ട് നാളെ അവിടെ പോയി ജീവിക്കുമ്പോ എനിക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. ജർമ്മനി എന്ന് പറയുന്ന ഒരു കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. കാരണം എഡ്യൂക്കേഷൻ ആണെങ്കിലും അവിടുത്തെ ജോബ് ആണെങ്കിലും അവിടുത്തെ നമ്മുടെ ലൈഫ് നിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ജീവിക്കണ പോലെ അല്ല അവിടുത്തെ ജീവിത രീതി. അതെല്ലാം നമുക്കാണെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റണ ഒരു ഇതാണ്. മീൻസ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അവിടുത്തെ
ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊരു എന്താ ഓപ്പർച്യൂണിറ്റി ആണല്ലോ നല്ലൊരു. അതിനു വേണ്ടിട്ട് നമ്മൾ കഷ്ടപ്പെടാതെ ഇവിടെ എത്താൻ പറ്റില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ജോലിക്കാണെങ്കിലും ഒന്നും നേടാൻ പറ്റില്ല കഷ്ടപ്പെടാതെ. അപ്പൊ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് നമുക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് എഫോർട്ട് അതെ അതെ എല്ലാവർക്കും മടിയും അതൊക്കെ കാണും. മടിയായിരിക്കും. മടിയാവണ്. ഈ ബീവണൊക്കെ എത്തുമ്പോ ഭയങ്കര മടിയാ. എനിക്ക് പഠിക്കാൻ എത്തുമ്പോഴാണ് ശരിക്കും നമ്മളുടെ മൈൻഡ് ഒന്ന് വേണോ വേണ്ടയോ ആ ഒരു പക്ഷേ നമ്മളെ കൊണ്ട് പറ്റും. കുറച്ചൊരു എഫോർട്ട് കൂടുതൽ ഇട്ടാൽ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. അതെ. ഇപ്പൊ നമ്മൾ കൊറേ ഡിസ്കസ് ചെയ്തല്ലേ അതെ. എന്തൊക്കെ കാര്യങ്ങൾ ഇനി ജർമ്മനിലൊന്ന് എത്തിപ്പെട്ടാ മതി. ഇനി നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്? ഇന്റർവ്യൂ ഉണ്ട്, എക്സാം ഓൾറെഡി. ഓക്കെ, ബാക്കിയുണ്ട്. അപ്പൊ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഇനിയും നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. വാസ്റ്റ് ഏരിയ ആണ് സത്യത്തില് ജർമ്മൻ എന്ന് പറയുന്നത്. കൊറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും ഉണ്ട് കൊറേ. നമുക്ക് ഇത്രയൊക്കെ അറിയാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഡോയ്ച്ച്ലാൻഡിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുറെ ഇനി അറിയാൻ പറ്റും. ഒന്നും കൂടെ ഇടാം. ഇനി വീഡിയോ ഇടുമ്പോ ബാക്കി നമുക്ക് ഡിസ്കസ് ആയിരിക്കോ നമുക്കത്. സോ With thank you. Cheers.